ഫോം ചെയ്യോ? സർക്കം വാലിഡ് പ്ലാസന്റ എന്ന് പറയുമ്പോൾ ചോദ്യം വരും. സർക്കം വാലിഡ് പ്ലാസന്റ എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒപ്പേക് റിംഗ് ഫോം ചെയ്യും. ചോദ്യം വരും, ഇത് ഏത് സർഫസിലാണ്, ഏത് സർഫസിലാണ് സർക്കം വാലിഡ് കാണാൻ പറ്റുന്നത്? ഈ നോക്കി ആദ്യം അത് പറയുന്നുണ്ട് കേട്ടോ. ഡബിക്സ് നോക്കി പറയുന്നുമ്പോ ഡബിക്സ് നോക്കി എവിടെയാ, എവിടെ? ഇതാണോ ഇതാണോ ഇതാണോ? നോക്കിയാ മതി. പറയും മുമ്പാട്ട് നോക്കി, അതാണോ സർക്കം വാലിഡ് ആണോ? ആണോ? നോക്കി ഇവിടെയാണോ ഒപ്പേക് റിംഗ് ഫോം ചെയ്യുന്നത്? ഇവിടെയാണോ? ഇവിടെയാണോ? നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞ എന്താണ്? റിംഗ് ഫോം ചെയ്യല്ലേ? ചെയ്യല്ലേ? ഏത് സർഫസ് അത്? ഏത് സർഫസ് അത്? ഏത് സർഫസാ? വീട്ടിലാണോ? നല്ലൊരു മഴയാണ്, നല്ല മഴ പെയ്യാണ്. സോറി, ഇടയ്ക്ക് കട്ടാവുകയാണ്, ക്ഷമിക്കട്ടോ. നല്ല മഴയാണ്. ഏ സർവസ് അത്? നല്ല മഴയാണ്. അതെ, ഏ സർവസ? ഏ സർവസ? ഏ സർവസ? ഏ സർവസ? ഏ സർവസ? ഇന്ന് കുറെ പേർക്ക് ഇന്ന് കോട്ടയം ബസ് കണ്ടായിരുന്നോ? ഇന്ന് കുറെ പേർക്ക് ജെപിസിലെ ഇന്ന് കോട്ടയം ബസ് കണ്ടായിരുന്നു. കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? ഇന്ന് കുറെ ഉണ്ട് കേട്ടോ ആൾക്കാർ. കുറെ ആൾക്കാർ മെസ്സേജ് ഉണ്ടായിരുന്നു. അവർക്ക് ഞാൻ പഠിപ്പിച്ചത് വളരെ കുറച്ച് സമയത്ത് കണ്ടോ. പക്ഷെ നിങ്ങൾക്ക് വളരെ പഠിപ്പിക്കുകയാണ്, പഠിക്കട്ടോ. ഏ സർവസ? ഒരു ഒപ്പേക് റിംഗ് ഫോം ചെയ്ത സർവസ നമുക്ക് നന്നായി കാണാൻ പറ്റുന്ന ഒരു ഒപ്പേക് റിംഗ് ഫോം ചെയ്ത് എവിടെയാ? ചോദ്യം വരുന്നത് ഏത് സർഫസ് ആണ്? വീട്ടിലാണോ ഓർ മെറ്റലാണോ? നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല ഒപ്പേക് ആയിട്ടുള്ള സർഫസ് വരുന്ന എവിടെയാ? ഫീറ്റൽ സർഫസ് ആണോ ഓർ ദ മെറ്റൽ സർഫസ് ആണോ? സർക്കം വാലിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എവിടെയാ? 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 എവിടെ എവിടെ എവിടെയാ? എവിടെയാ? എവിടെയാടേ? എവിടെ പറഞ്ഞേ? എവിടെയാ? പ്ലാസന്റയുടെ ഫീറ്റൽ സർഫസിലല്ലേ? പ്ലാസന്റയുടെ ഫീറ്റൽ സർഫസിൽ റിംഗ് ഫോം ചെയ്യില്ലേ? അല്ലേ? പ്ലാസന്റയുടെ ഫീറ്റൽ സർഫസിൽ റിംഗ് ഫോം ചെയ്യും. അത് വാക്കുണ്ട്, ഇത് ഡബിളിംഗ് ബാക്ക് അല്ലേ? അല്ലേ? ഫീറ്റൽ സർഫസിൽ ഫീറ്റൽ ബാക്ക് ഡബിളിംഗ് ചെയ്യല്ലേ? അല്ലേ? ഫീറ്റൽ സർഫസിൽ മെമ്പറൈൻസ് എപ്പോഴും ഇത് ഡബിൾ ചെയ്യാറില്ലേ? അതിനല്ലേ സെൻട്രൽ പാത്ത് അല്ലേ? അല്ലെ? സെൻട്രൽ പാത്ത് അല്ലേ? സെൻട്രൽ പാത്ത് നോർമലി ഒറ്റ മെമ്പറേ ഉള്ളൂ. നോർമലി ഒറ്റ മെമ്പറേ ഉള്ളൂ. പക്ഷേ ഇവിടെ മെമ്പറൈൻസ് എപ്പോഴും ഡബിൾ ചെയ്ത് വിളിക്കാം. നോർമലി ഒറ്റ മെമ്പറേ ഉള്ളൂ. നോർമലി ഒറ്റ മെമ്പറേ, പക്ഷേ ഫീറ്റസ് ഇവിടെ രണ്ട് മെമ്പറൈൻ വന്ന് ഇത് ഡബിൾ ചെയ്ത് വിളിക്കാം. ഇവിടെ രണ്ട് മെമ്പറൈൻസ് വന്ന് ഡബിൾ ചെയ്ത് വിളിക്കാം. സർക്കം 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 വാലിഡ് പ്ലസന്റ. ഇവിടെ നോർമലി സിംഗിൾ മെമ്പറേ ഉള്ളൂ. പക്ഷെ ഇവിടെ രണ്ട് മെമ്പറിനും വന്ന് ഇത് ഡബിൾ ബാക്ക് ചെയ്ത് വിളിക്കാം. സർക്കം വാലിച്ചൂടെ? ക്ലിയർ? ക്ലിയർ? കിട്ടിയല്ലോ? 40 കിട്ടിയല്ലോ. എന്താ അഞ്ചാമത്? എന്താ? സർക്കം മാർജിനേറ്റ്. സർക്കം മാർജിൻ എന്താ? മാർജിനേറ്റ് മാർജിൻ എന്താ? നോക്കിയിട്ടേ എന്താ? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ ആയിരിക്കും?
കാണുന്നുണ്ടോ മാർജറ്റ്? ഇത് ഇത് കാണുന്നുണ്ടോ? ഉണ്ടോ? ഏതത്? യെസ്. എന്താണ്? ഏതത്? എന്താ? ഒറ്റ വായി പഠിക്കാം. ഒറ്റ വാക്കിൽ ഓർമ്മിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞതിൽ പ്ലാസന്റയുടെ എന്താണ് ഈ പറഞ്ഞ മെമ്പറൈൻസ് എല്ലാം ഇത് ഡബിൾ ചെയ്തു. സെൻട്രൽ എന്താ? സെൻട്രൽ എന്താ? സെൻട്രൽ എന്താ? പ്ലാസന്റയുടെ മെമ്പറൈൻസ് എല്ലാം ഡബിൾ ചെയ്ത് സെൻട്രൽ എന്താ? സെൻട്രൽ വന്നത് വിളിക്കാം. പ്ലാസന്റയുടെ മെമ്പറൈൻസ് എല്ലാം ഇത് ഡബിൾ ചെയ്തു സെൻട്രൽ വന്ന് വിളിക്കാം. സർക്കം സർക്കം വാലറ്റ് അല്ലേ? അല്ലേ? അതല്ലേ ഉത്തരം? എല്ലാം പറയണം. അതല്ലേ? അല്ലേ? ആണ്. അതേസമയം ഇതേ മെമ്പറൻസ് ഇല്ലേ? ഇതേ മെമ്പറൻസ് പ്ലാസന്റയുടെ എഡ്ജ് ഭാഗത്ത് വന്ന് വിളിക്കാം. ഇതേ മെമ്പറൻസ് പ്ലാസന്റയുടെ എഡ്ജ് ഭാഗത്തോട്ട് വന്ന് ഡബിൾ ചെയ്ത് വിളിക്കാം. പ്ലാസന്റയുടെ എഡ്ജ് ഭാഗത്ത് വന്ന് ഡബിൾ ചെയ്ത് വിളിക്കും. സർക്കം മാർജിൻ അല്ലേ? പ്ലാസന്റെ എഡ്ജ് ഭാഗത്ത് വന്ന് ഈ പറഞ്ഞ എന്താ പ്ലാസന്റ ഡബിൾ ചെയ്ത് വിളിക്കാം. അതേത് സ്റ്റെപ്പ് ആയിരിക്കും? പ്ലാസന്റയുടെ ഫീൽഡ് മെമ്പറൻസ്. പ്ലാസിന്റെ മാർജിൻ ഭാഗത്ത് വന്ന് ഈ പറഞ്ഞ ഫീൽഡ് മെമ്പറൻ ഡബിൾ വിളിക്കാം. പ്ലാസന്റയുടെ മാർജിനിൽ വന്ന് ഫീറ്റൽ മെമ്പറൻസ് ഡബിൾ ചെയ്ത് വിളിക്കാം. പ്ലാസന്റയുടെ മാർജിൻ ഭാഗത്ത് ഫീൽഡ് മെമ്പറൻസ് വന്ന് ഡബിൾ ചെയ്ത് വിളിക്കാം. എന്ത് വിളിക്കാം? സർക്കം മാർജിൻ. പ്ലാസന്റയുടെ മാർജിനിൽ വന്ന് ഫീൽഡ് മെമ്പറൻസ് എല്ലാം ഡബിൾ ചെയ്ത് വിളിക്കാം. സർക്കം മാർജിനേറ്റ്. ക്ലിയർ ആയോ? അപ്പോ സെന്റർ ആണെങ്കിലോ? സെന്റർ എന്താ? സർക്കം സെന്റർ എന്താ? മാർജിൻ ആണെങ്കിൽ മാർജിൻ. സെന്റർ എന്താ? വാലേറ്റ്. സെന്റർ എന്താ? വ്യത്യാസം മനസ്സിലാവും. സെന്ററിൽ വന്ന് ഡബിൾ ചെയ്താൽ ഏതാ? സർക്കം വാലറ്റും. അത് മാർജിൻ എന്തായിരിക്കും? സർക്കം മാർജിനേറ്റ്. ക്ലിയർ ആയോ? എക്സാം ചിലപ്പോൾ കാണുമ്പോ ക്വസ്റ്റിനകത്ത് സർക്കം മാർജിനേറ്റ എന്ന് കേട്ടോ. സർക്കം മാർജിനേറ്റ. ഇത് എയിംസ് എക്സാമിനൊക്കെ എപ്പോൾ ചോദിക്കുന്നത് സർക്കം മാർജിനേറ്റ എഴുതുന്നതാണ്. പക്ഷെ കേരള PSC എക്സാം ആണെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കും മാർജിനേറ്റ് എന്ന് ചോദിക്കും. പക്ഷെ എയിംസ് ബോർഡ് എക്സാമിനകത്ത് എയിംസ് RRBക്ക് പ്ലാസന്റ മാർജിനേറ്റ എന്നും ചോദിക്കും. കിട്ടിയല്ലോ? പ്ലാസന്റയുടെ എഡ്ജിൽ വന്ന് ഇത് ഡബിൾ ചെയ്ത് വിളിക്കാം. പ്ലാസിന്റെ എഡ്ജിൽ വന്ന് ഫീറ്റസിന്റെ മെമ്പറൈൻ ഡബിൾ ചെയ്ത് വിളിക്കാം. പ്ലാസിന്റെ എഡ്ജിൽ വന്ന് ഫീൽഡ് മെമ്പറൈൻസ് ഡബിൾ ചെയ്ത് വിളിക്കാം. സർക്കം മാർജിൻ എടുത്തൂടെ? ക്ലിയർ ആയോ? അഞ്ചാമത് ക്ലിയർ ആയോ? യെസ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി പഠിക്കേണ്ട സമയം അറിയാമോ? ഇനി പഠിക്കേണ്ട സമയം രാത്രിയാണ്. രാത്രി 7 മണി. ഇനി പഠിക്കേണ്ട സമയം രാത്രിയും 7 മണി. ആരും ശല്യപ്പെടുത്താതിരിക്കാതെ ഒറ്റയ്ക്ക് വന്നിരുന്ന് രാത്രിയും 7 മണി പഠിക്കുക. രാത്രിയും 7 മണി. എനിക്ക് കഴിഞ്ഞ കുറേ ദിവസം ഒറ്റ ആൾ മാത്രം ഇത് നിങ്ങൾ ഗ്രൂപ്പിനകത്തുള്ള ഒറ്റ ആൾ മാത്രം രാവിലെ 4 മണി 4 മണിക്കില്ലേ? സർ ഗുഡ് മോർണിംഗ്. അയക്കാറുണ്ടോ? ഉണ്ടോടെ? അയ്യോ കേട്ടോ. അപ്പൊ പഠിക്കട്ടോ. ഇവിടെ പറഞ്ഞില്ലേ
സർക്കം എന്താ മെർജ് പറഞ്ഞില്ലേ? മാർജിൻ പറഞ്ഞപ്പോൾ അതേ പറഞ്ഞ ഏത് മെമ്പർ ചെയ്യാനാ? വീട്ടിലല്ലേ? 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 അല്ലേ? യെസ്. അവിടെ ആരാ? കോറ കേട്ടോ. അവിടെ ആരാ? കോറ കേട്ടോ. ക്ലാസിന്റെ കോറോണിക്കില്ലേ? ക്ലാസ് കോറോണിക്കില്ലേ? കോറിയോണിക്ക് എന്നാണ് എപ്പോഴും അകത്തേക്ക് കേട്ടോ. സർക്കം വാലന്റ് എപ്പോഴും ഇപ്പോൾ വീടിന്റെ കോറിയോണിക്ക് അകത്തേക്ക് ഏകദേശം അകത്തേക്ക് വന്നു കേട്ടോ. അവിടെ കട്ടിയുള്ള മെമ്മറി ആയിരിക്കില്ല. കട്ടിയാണോ അവിടെ? ആണോ? അല്ല. തിക്കുണ്ടല്ല. അല്ലല്ലോ, തിക്കണ്ടല്ലോ. പക്ഷെ മുകളിലോട്ട് പൊങ്ങി വരില്ലേ? പക്ഷെ മുകളിലോട്ട് പൊങ്ങി വന്നിരിക്കും. മറക്കരുത്, സർക്കം മാർജിനേറ്റ് ആണ്. എന്താ വളരെ ഒപ്പേക്ക് റിംഗ് അല്ലേ? തിക്കണ്ടാണോ? തിക്കണ്ടാണോ? ഒപ്പേക്ക് ആണോ? ഒപ്പേക്ക് എന്ന് പറയുമ്പോൾ തിക്കാണോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഒപ്പേക്ക് എന്ന് പറയുമ്പോൾ തിക്കാണോ? അല്ല. ശരിയല്ലേ? തിക്കല്ലോ. പറഞ്ഞാലേ ഉത്തരം പറഞ്ഞേ. അല്ല, തിക്കല്ല. അല്ല. ഒപ്പേക്ക് റിംഗ് എപ്പോഴും പ്ലാസന്റയുടെ മാർജിനിൽ വന്നിരുന്ന് വിളിക്കാം. സർക്കം വാലേറ്റ് അല്ലേ? മറക്കരുത്. ഫീൽഡ് സർവീസിന് ഏറ്റവും വന്നിരിക്കും അല്ലേ? അല്ലേടെ പറയട്ടെ, ചോദ്യം വരും, പറഞ്ഞേ അല്ലേ? ആണ്. നെക്സ്റ്റ് ഇസ് പ്ലാസന്റ ബൈപെരറ്റ്. നെക്സ്റ്റ് ടൈപ്പ് 5 കഴിഞ്ഞു. ലാസ്റ്റ് ടോപ്പിൽ 5 കഴിഞ്ഞു. 6ാമത്തെയാണ് പ്ലാസന്റ ബൈപെരറ്റ്. ബൈപെരറ്റ് എന്തായിരിക്കും? ബൈപെരറ്റ് അല്ലെങ്കിൽ ട്രൈപെരറ്റ് എന്തായിരിക്കും? പ്ലാസന്റ ബൈപെരറ്റ് അല്ലെങ്കിൽ ട്രൈപെരറ്റ് എന്തായിരിക്കും? എല്ലാം അവസാന നിമിഷം പഠിക്കാതെ പോകുന്നതാണ്. അവസാന നിമിഷം പഠിക്കാതെ പോകുന്നതും മിസ്സാക്കുന്ന കാര്യമാണ്. ഇതെല്ലാം അവസാന നിമിഷം പഠിക്കാതെ പോകുന്നതും മിസ്സാക്കുകയാണ്. കൃത്യമായി പഠിച്ചാൽ ക്ലാസ്സിൽ നിന്നും ഒരു ചോദ്യമില്ല, ഉറപ്പായി കിട്ടും. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പഠിച്ച ക്ലാസ് ചോദിച്ചു കിട്ടിയിട്ടു. എന്താണ് ബൈപെരറ്റ് അല്ലെങ്കിൽ ട്രൈപെരറ്റ്? എന്താണ് ബൈപെരറ്റ് അല്ലെങ്കിൽ ട്രൈപെരറ്റ്? എന്താണ്? എത്ര ലോകം കൊണ്ടായിരിക്കും? 2 അധികമല്ലേ? 2 3 അല്ലേ? 2 3 അല്ലേ? എത്ര ലോകം കൊണ്ടായിരിക്കും? 2 3 ലോകം അല്ലേ? 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 നേരത്തെ പഠിച്ച പോലെ ഇത് ഡുപ്ലക്സിലും ട്രിപ്ലക്സിലും സെപ്പറേറ്റ് ചെയ്ത മെയിൻ കോഡ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നില്ലേ? നേരത്തെ പഠിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ ഇതിന്റെ ഡുപ്ലക്സും ട്രിപ്ലക്സും മെയിൻ കോഡിൽ നിന്ന് സെപ്പറേറ്റ് പോകുന്നുണ്ടോ? നേരത്തെ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ ഡുപ്ലക്സും ട്രിപ്ലക്സും മെയിൻ കോഡിൽ നിന്നും സെപ്പറേറ്റ് പോകുന്നുണ്ടോ? നേരത്തെ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ ഡുപ്ലക്സും ട്രിപ്ലക്സും പഠിച്ചപ്പോൾ 2 ലോബും 3 ലോബും സെപ്പറേറ്റ് പോകുന്നുണ്ടോ? ആലോചിച്ച് പറഞ്ഞേ. നേരത്തെ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ ഡുപ്ലക്സും ട്രിപ്ലക്സും പഠിച്ചപ്പോൾ 2 ലോബ്സ് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തായിരിക്കും? ഇവിടെ വരുമ്പോൾ വേറെ അസസറി ലോബ്സ് ഇല്ല. ഇവിടെ എത്തുമ്പോൾ വേറെ അസസറി ലോബ്സ് ഇല്ല അല്ലേ? വേറെ ലോബ്സ് ഇല്ല. ശരിയല്ലേ? സെപ്പറേറ്റ് ലോബ്സ് ഇല്ലല്ലോ. ശരിയല്ലേ? ഇവിടെ വരുമ്പോൾ എന്താണ്? ബൈപെരറ്റ ആൻഡ് ട്രൈപെരറ്റ് വരുമ്പോൾ വേറെ സെപ്പറേറ്റ് ലോബ്സ് ഇല്ല. പ്ലാസന്റയുടെ ടിഷ്യൂവിൽ വെച്ച് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കും. അങ്ങനെയുള്ള വിളിക്കാം പ്ലാസന്റയുടെ ടിഷ്യൂവിൽ വച്ച് തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്ത് വിളിക്കും. ലോബ്സ് എല്ലാം പ്ലാസന്റയുടെ ടിഷ്യൂവിൽ വച്ച് തന്നെ അറ്റാച്ച് ചെയ്ത് വിളിക്കാം ബൈപെരറ്റ or the tripeta. Accessory lobes എല്ലാം പ്ലാസന്റയുടെ ടിഷ്യൂസിൽ വച്ച് തന്നെ അറ്റാച്ച് വിളിക്കാം ബൈപെരറ്റ് അല്ലെങ്കിൽ ട്രൈപെരറ്റ്. 2 അധികമോ പ്ലാസന്റയുടെ ടിഷ്യൂസിൽ വച്ച് തന്നെ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് വിളിക്കാം? ബൈപെരറ്റ് അല്ലെങ്കിൽ ട്രൈപെരറ്റ് എന്ന് വിളിക്കാം. നേരത്തെ പഠിച്ചാൽ ഇതിന്റെ ഡുപ്ലക്സിലും ട്രിപ്ലക്സിലും സെപ്പറേറ്റ് ലോബ് അല്ലേ? നേരത്തെ പഠിച്ച ഡുപ്ലക്സിലും ട്രിപ്ലക്സിലും സെപ്പറേറ്റ് ലോബ് എടുത്തില്ലേ? പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു സിംഗിളിനകത്ത് തന്നെ എന്ത് ചെയ്യും? അസസറി ലോബ്സ് ഇല്ലാതെ തന്നെ അസസറി ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. പക്ഷെ കാണുമ്പോൾ എന്തായിരിക്കും? ഒന്നും തോന്നില്ലേ? ശരിയല്ലേ? സെപ്പറേറ്റ് കണക്ഷൻ ഇല്ല, അസസറി ലോബ്സ് ഇല്ല. പക്ഷെ ലോബ്സ് എല്ലാം പ്ലാസന്റ ടിഷ്യൂമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ചോദ്യം വരും? ബൈപെരറ്റ് അല്ലെങ്കിൽ ട്രൈപെരറ്റ്. ക്ലിയർ ആയോ? ഇനി അങ്ങോട്ട്
അങ്ങോട്ട് അടുത്ത ഒരു 10 ദിവസം ഫുൾ ക്ലാസ് നിങ്ങൾക്ക് കേട്ടോ. അങ്ങോട്ട് അടുത്ത 10 ദിവസം നിങ്ങൾക്കാണ് ഫുൾ ക്ലാസ് കേട്ടോ. ഈ ബാച്ച് മാത്രമാണ് ഫുൾ ക്ലാസ്. ഓക്കെ, ബാക്കി 7 ബാച്ചും കഴിഞ്ഞു. 7 കഴിഞ്ഞു ഇന്നത്തെ കേട്ടോ. അടുത്ത 10 ദിവസം നാളെ 6 മണിക്കുണ്ട്. ഓക്കെ, നാളെ 6 അല്ലെങ്കിൽ 6 ഉണ്ട് കേട്ടോ. കേട്ടോ, കേൾക്കുന്നുണ്ടോ? നാളെ 6 പറയാൻ കാരണം മഴയല്ലേ, മഴയായതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ 6 മണിയാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് എന്താണ് ഞാൻ വരുമ്പോ ഓടി വരണ്ടേ. ചോദിക്കട്ടെ, ഇത് മെയിൻ ലോബിൽ നിന്നും പ്ലാസന്റയുടെ മെയിൻ ലോബിൽ നിന്നും അസസർ ലോബ് ഇല്ല എങ്കിൽ ടൈപ്പാ. പ്ലാസന്റിൽ നിന്ന് മെയിൻ ലോബിൽ നിന്നും അസസർ ലോബിൽ ചോദ്യം പറയട്ടെ, ചോദിക്കട്ടെ. ഏതാ പ്ലാസന്റിൽ നിന്നും മെയിൻ ലോബിൽ നിന്നും ബൈ പറയട്ടെ അല്ലേ? ശരിയല്ലേ? അല്ലേ? യെസ്. നെക്സ്റ്റ് 7th one is പ്ലാസന്റ മെമ്പറൈൻസ് പ്ലാസന്റ മെമ്പേഴ്സ് എന്താ അറിയാമായിരിക്കും. ഇത് പ്ലാസന്റ മെമ്പേഴ്സ് എന്താ അറിയാമായിരിക്കും. എന്തായിരിക്കും എവിടെയും കണ്ടുണ്ടോ? പ്ലാസന്റ എപ്പോഴെങ്കിലും ഇത് കുട്ടികളെ കാണുമ്പോഴേ സ്ക്രീൻ കാണാമോ? കാണാം. എന്താണ് പ്ലാസന്റ മെമ്പേഴ്സ് എന്താ? ഫീറ്റസിന് എൻഡിയർ ആയിട്ട് പ്ലാസന്റ കവർ ചെയ്ത് വിളിക്കാം. ഫീറ്റസിന് ഫുള്ളായിട്ട് പ്ലാസന്റ കവർ ചെയ്ത് വന്നാൽ എന്ത് വിളിക്കാം? പ്ലാസന്റ മെമ്പറൈൻസ് വിളിക്കാം. ഫീറ്റസിനെ മുഴുവനായിട്ട് പ്ലാസന്റ കവർ ചെയ്ത് വിളിക്കാം പ്ലാസന്റ മെമ്പറൈൻസ് അല്ലേ? ശരിയല്ലേ? ഫീറ്റസിന് മുഴുവനായിട്ട് പ്ലാസന്റ കവർ വിളിക്കാം പ്ലാസന്റ മെമ്പറൈൻസ് എന്ന് വിളിക്കാം. അപ്പൊ 7 ടൈപ്പ് കിട്ടിയോ? 7 ടൈപ്പ് കിട്ടിയോ? 7 ടൈപ്പ് കിട്ടിയോ? 7 ടൈപ്പ് കിട്ടിയോ? ചോദിക്കട്ടെ, എക്സാം വെച്ച് ചോദിക്കട്ടെ. പ്ലാസന്റയ്ക്ക് അത് ചോദ്യമാണ്, ശ്രദ്ധിച്ചോട്ടോ. പ്ലാസന്റയ്ക്ക് 1 or 2 സ്മാൾ അസസറി ലോബ് കൊണ്ട് വിളിക്കാം. പ്ലാസന്റയ്ക്ക് 1 or 2 സ്മാൾ അസസറി ലോബ് വിളിക്കാം. പ്ലാസന്റ പറഞ്ഞേ സക്സഞ്ചറേറ്റ് ആണോ? പ്ലാസന്റയ്ക്ക് 1 or 2 അസസറി ലോബ് പഠിച്ചോ? സക്സഞ്ചറേറ്റ് അല്ലെ? സക്സഞ്ചറേറ്റ് ഇത് മെയിൻ ലോബിൽ നിന്നും അസസറി ലോബിലോട്ട് ചെറിയ ബ്ലഡ് വെസൽ പോകുന്നുണ്ടോ? ഇത് മെയിൻ ലോബിൽ നിന്നും സ്മാൾ ബ്ലഡ് വെസൽസ് അസസറി ആയിട്ട് ലോബ് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. സക്സഞ്ചറേറ്റ് കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ? നെക്സ്റ്റ് ആയി പഠിച്ചത് പ്ലാസന്റ സ്പ്യൂറി പഠിച്ചോ? എന്താ പഠിച്ചത്? അസസറി ലോബ്, പക്ഷെ എന്താണ്? ബ്ലഡ് സപ്ലൈ ഇല്ല, ബ്ലഡ് വെസൽ ഇല്ല. അസസറി ലോബ് പക്ഷെ ബ്ലഡ് വെസലിന്റെ ഇപ്പൊ നേരത്തെ കഴിച്ചു പഠിച്ചു. അസസറി ലോബും പക്ഷെ ബ്ലഡ് സപ്ലൈ ഇല്ല എന്ന് വിളിക്കാം. അസസറി ലോബ്സ് ഉണ്ട്, പക്ഷേ ആ ലോബ്സിൽ ബ്ലഡ് വെസൽസിന് കണക്ഷൻ വിളിക്കാം. പ്ലാസന്റ സ്പ്യൂറി ആണോ? നോർമൽ പ്ലാസന്റയ്ക്ക് ബ്ലഡ് വെസൽ ഉണ്ട്, ചെറിയ എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ അസസറി ലോബ് ബ്ലഡ് വെസൽ സ്പ്യൂറി അല്ലേ? സെക്കൻഡ് അല്ലേ? പഠിച്ചല്ലോ. ഇനി അതേ ക്വസ്റ്റ്യൻ വീണ്ടും കഴിഞ്ഞ ദിവസം പഠിച്ച 3 ടൈപ്പ് പ്ലാസന്റ ഡുപ്ലക്സ് അല്ലെങ്കിൽ ട്രിപ്ലക്സ് അല്ലേ? എന്താ? പ്ലാസന്റയ്ക്ക് 2 അതിലധികമോ സെപ്പറേറ്റ് ലോബ് എന്ന് വിളിക്കാം. പ്ലാസന്റയ്ക്ക് 2 അതിലധികമോ സെപ്പറേറ്റ് ലോബ്സ് എന്ന് വിളിക്കാം. പ്ലാസന്റയ്ക്ക് 2 അധികമോ സെപ്പറേറ്റ് ലോബ്സ് എന്ന് വിളിക്കാം. പ്ലാസന്റ ഡുപ്ലക്സ് ആണോ? അവിടെ ഇത് ബ്ലഡ് സപ്ലൈ ഉണ്ടോ? ഓരോ ലോബും ബ്ലഡ് വെസൽ ഉണ്ടോ? ഉണ്ട്. 3 or 2 ആണെങ്കിൽ എന്താണ്? ബ്ലഡ് സപ്ലൈ ഉണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞാൽ സക്സഞ്ചറേറ്റയ്ക്കകത്ത് ലോബ് ഉണ്ടെങ്കിലും ബ്ലഡ് വെസൽ ഇല്ല, ശരിയല്ലേ? സക്സഞ്ചറയ്ക്കകത്ത് ലോബ് ഉണ്ടെങ്കിൽ ബ്ലഡ് സപ്ലൈ ഇല്ല. പക്ഷേ ട്രിപ്ലക്സിനകത്ത് ലോബ് ഉണ്ട്, അവിടെ ബ്ലഡ് സപ്ലൈ ഉണ്ടല്ലോ. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? ഇവിടെ രണ്ടും
ഇത് പഠിച്ചല്ലേ ഇതൊക്കെ? പഠിച്ച അടുത്തത് പഠിച്ച റിവിഷൻ കൊടുക്കും. റിവിഷനാണ്, റിവിഷൻ കൊടുക്കും. അടുത്തത് പഠിച്ച പ്ലാസന്റ ഫെനസ്ട്രേറ്റ്, ഫെനസ്ട്രേറ്റ് എന്താ പഠിച്ചത്? എന്താ പഠിച്ചത്? എന്താ പഠിച്ചത്? പ്ലാസന്റയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്നില്ല പ്ലാസൽ ടിഷ്യൂ ഉണ്ടാവാറുണ്ടോ? പ്ലാസന്റെ ഏതെങ്കിലും ഭാഗത്ത് മാത്രം പ്ലാസൽ ടിഷ്യൂ ആബ്സെന്റ് അല്ലേ? പ്ലാസന്റയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം പ്ലാസ് ടിഷ്യൂ ആബ്സെന്റ് ആയിരിക്കും അല്ലെ? ഒരു പോർഷൻ ആബ്സെന്റ് ആയത് വിളിക്കാം. പ്ലാസന്റയുടെ ഏതെങ്കിലും പോർഷൻ മാത്രം ആബ്സെന്റ് ആണെങ്കിൽ ഫെനസ്ട്രേറ്റ് വിളിക്കാം. മറക്കരുത്, പ്ലാസന്റയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ടിഷ്യൂ, പ്ലാസന്റയുടെ ടിഷ്യൂ ആബ്സെന്റ് ആണെങ്കിൽ പ്ലാസന്റ ഫെനസ്ട്രേറ്റ് വിളിച്ചൂടെ? മറക്കരുത്, ഓർമ്മിക്കണം. ഇവിടെ ചോദ്യം എന്താണ്? ദ വിൻഡോ ലൈക്ക് അപ്പിയറൻസ് പറഞ്ഞ എവിടെയാ? ഇതാണ് ചോദ്യം. കഴിഞ്ഞ എക്സാം ചോദ്യം ദ വിൻഡോ ലൈക്ക് അപ്പിയറൻസ് എവിടെയാ? കഴിഞ്ഞ കേരള PSC എക്സാം ചോദ്യം വരുന്നു വിൻഡോ ലൈക്ക് അപ്പിയറൻസ് വരുന്ന എവിടെയാ? ഫെനസ്ട്രേറ്റ് വിൻഡോ കഴിഞ്ഞ ചോദ്യം വന്നു. അതാ ഏതാ പറഞ്ഞേ? ചോദ്യം ഫെനസ്ട്രേറ്റ് അല്ലേ? കാരണം എന്താ? റീസൺ എന്താ? കവർ എന്താ? മെമ്പറൻസ് അല്ലേ? ഇത് മെമ്പറൻസ് എല്ലാം കവർ ചെയ്തൊന്നുമില്ലേ? പ്ലാസന്റെ മെമ്പറൻസ് എല്ലാം അല്ലേ? ശരിയല്ലേ? എല്ലാം കവർ ചെയ്ത് വിൻഡോ ലൈക്ക് അപ്പിയറൻസ് വരും. മറക്ക ചോദ്യം കേട്ടോ. ആൻഡ് ഫോർത്ത് അല്ലേ സർക്കം വാലറ്റ് അല്ലേ? ഫോർത്ത് ആണ് നേരത്തെ പറഞ്ഞ നമ്മൾ നിർത്തിയ ഭാഗം ഒപ്പേക്ക് റിംഗ് ഫോം ചെയ്യല്ലേ? അല്ലെ? ഫീറ്റസിന്റെ സർഫസിൽ പ്ലാസന്റെ സ്ഥലത്ത് ഒരു ഒപ്പേക്ക് റിംഗ് ഫോം ചെയ്യുന്ന ഒരു സർക്കം വാലറ്റ് ആണോ? പ്ലാസന്റയുടെ ഫീറ്റലിന്റെ സർഫസിൽ ഒരു ഒപ്പേക്ക് റിംഗ് ഫോം എന്ന് വിളിക്കാം. ഇത് ഡബിൾ ബാക്ക് എന്ന് വിളിക്കാം. വിളിക്കാം സർക്കം. ക്ലിയർ? ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ അല്ലേ? ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു അല്ലേ? യെസ് ക്ലിയർ. എല്ലാം പറഞ്ഞില്ലേ? വീണ്ടും പറഞ്ഞില്ലേ? നെക്സസ് മാർജറ്റ് എന്തായിരിക്കും മാർജറ്റ്? പ്ലാസന്റ ഫീറ്റിംഗ് മെമ്പർ ആയിട്ട് ഇവിടെ നിന്നിരിക്കും. ഇത് മാർജിലാണോ? സൈഡ് ഭാഗത്താണോ? പ്ലാസന്റ ഫീറ്റസിംഗ് മെമ്പറിന്റെ സൈഡ് ഭാഗത്താണോ? ആണോ? പ്ലാസന്റ ഫീറ്റലിന്റെ മെമ്പറിന്റെ സൈഡ് ഭാഗത്തായിരിക്കുന്നത് ആണ്. അവിടെ ഡബിൾ വർക്ക് ഉണ്ടോ? ഇത് ഡബിളിംഗ് ഉണ്ടോ? ഉണ്ട്. ഇത് ഡബിളിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സൈഡ് ഭാഗത്തിരിക്കുന്ന സൈഡ് ഭാഗത്തല്ലേ? അതെന്താ തർക്കം? മാർജിൻ വിളിച്ചൂടെ? അല്ലെ? എഡ്ജ് ഭാഗത്താണെങ്കിലും ആ റിംഗ് ഉണ്ടല്ലേ? എഡ്ജ് ഭാഗത്താണെങ്കിലും റിംഗ് ഇല്ലേ? ഡബിളിംഗ് ഇല്ലേ? എഡ്ജ് ഭാഗത്തായാലും റിംഗ് ഉണ്ട്, ഡബിളിംഗ് മെമ്മറി ഉണ്ട്, സർക്കം മാർജിറ്റല്ലേ? അല്ലേ? നോർമലി ഫീറ്റിന്റെ സർഫസിലല്ലേ വന്നിരിക്കണ്ടേ? എല്ലാ ബ്ലഡ് വെസലും എല്ലാം വന്നിരിക്കണ്ടേ? സർഫസിലല്ലേ? സെൻട്രലല്ലേ? നോർമലി സർഫസിലല്ലേ വന്നിരിക്കണ്ടേ എല്ലാ ബ്ലഡ് വെസലും? നോർമലി ഫീസിന്റെ ബ്ലഡ് വെസൽ സെൻട്രലല്ലേ? പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? കാണാൻ പറ്റില്ലല്ലോ. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ആ ഒരു ഒപ്പേ റിംഗ് കാരണം തന്നെ എന്താണ്? എല്ലാം ഇത് എഡ്ജ് ഭാഗത്ത് വരുന്നതുകൊണ്ട് തന്നെ മാർജിൻ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ബ്ലഡ് വെസൽ ഒന്നും കാണാൻ പറ്റില്ല. ആ ടൈപ്പ് ചെയ്ത എഡ്ജ് ഭാഗത്ത് വരുന്നതന്നെ ഈ പറഞ്ഞ ബ്ലഡ് വെസൽ ഒന്നും നമുക്ക് കാണാൻ വ്യത്യാസം അറിയാൻ പറ്റില്ല. വ്യത്യാസമില്ലേ? ഇത് ബ്ലഡ് വെസലിന്റെ വ്യത്യാസം ഇവിടെ അറിയാൻ പറ്റില്ല. ഏറ്റേപ്പാ മാർജറ്റ. ക്ലിയർ? യെസ്. നെക്സ്റ്റ് ഏതാ? പ്ലാസന്റ ബൈപറേറ്റ. അതും പറഞ്ഞു. പ്ലാസന്റ ബൈപറേറ്റ അല്ലെങ്കിൽ ഓർ ട്രൈപറേറ്റ. എന്തായിരിക്കും ഇത്? 2 or 3 അല്ലേ? ഇതായിരിക്കും
അസസറി ലോബ്സ് ഉണ്ട് ഇവിടെ. ഒരു കണക്ഷൻ ഉണ്ടോ? അസസറി ലോബ്സ് കണക്ഷൻ ഉണ്ടോ? കണക്ഷൻ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പക്ഷെ കാണുമ്പോൾ തോന്നോ? തോന്നുമല്ലേ? അസസറി ലോബ് സെപ്പറേറ്റ് അല്ലല്ലോ, അല്ലല്ലോ. പക്ഷെ കാണുമ്പോൾ സെപ്പറേറ്റഡ് തോന്നില്ലെങ്കിലും, കാണുമ്പോൾ സെപ്പറേറ്റ് തോന്നില്ലെങ്കിലും പക്ഷെ പ്ലാസന്റയിൽ ടിഷ്യൂൽ വെച്ച് എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്തിരിക്കും. കാണുമ്പോൾ സെപ്പറേറ്റഡ് തോന്നുമില്ലെങ്കിൽ ടിഷ്യൂ ഉണ്ടായിരിക്കും. ടിഷ്യൂ അറ്റാച്ച്മെന്റ് ഉണ്ടോ? കാണുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തോന്നുമില്ലെങ്കിൽ പ്ലാസൻ ടിഷ്യൂമായിട്ട് അറ്റാച്ച്മെന്റോ, രണ്ടോ അധികോ മൂന്നോ അധികോ ഉണ്ടായിരിക്കോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്ന് വിളിക്കാതെ എക്സാം ചോദിക്കും. എക്സാമിന് ചോദ്യം വരുന്നത് അസസറി ലോബ് വെച്ചാൽ. കഴിഞ്ഞ എക്സാമിന് ചോദ്യം ഇതായിരുന്നു, അസസറി ലോബ്സ് ഉണ്ടെങ്കിൽ എന്തേപ്പാ? പ്ലാസന്റയ്ക്ക് അസസറി ലോബ്സ് ഉണ്ടെങ്കിൽ എന്ന് വിളിക്കാം. ഇതല്ല. ഉത്തരം ഏതാ? പറഞ്ഞാലും പറയും. സക്സന്റ് റേറ്റ് ആണോ? ആലോചിച്ച് പറയുക. ഇതാ ചോദ്യം. പ്ലാസന്റയ്ക്ക് അസസറി ലോബ് എന്താ? സക്സന്റ് റേറ്റയും. അത് മാത്രമാണോ? അത് മൾട്ടിപ്ലക്സ് ഉണ്ടോ? മൾട്ടിപ്ലക്സ് ഉണ്ടോ? മൾട്ടിപ്ലക്സ് ഉണ്ടോ? മൾട്ടിപ്ലക്സ് ഉണ്ടോ? ചോദിക്കട്ടെ. ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോഴേ ദ ബൈപറേറ്റ ഓർ ദ ട്രൈപറേറ്റ എന്ന് പറയുമ്പോൾ അസസറി ലോബ് ആണോ? ബൈപറേറ്റ ഓർ ദ ട്രൈപറേറ്റ എന്ന് പറയുമ്പോൾ അസസറി ലോബ് ആണോ? ആലോചിച്ച് പറയുക. അല്ല, അല്ല. എന്താണ്? മെയിൻ ലോബിൽ നിന്നും സെപ്പറേറ്റ് അല്ലേ? 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 ലോബല്ല, ലോബല്ല. മെയിൻ ലോബ് എന്താ? മെയിൻ പ്ലാസിന്റെ ഇല്ലേ? മെയിൻ പ്ലാസിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ഇരിക്കുന്നത് അല്ലേ? അറ്റാച്ച്മെന്റ് സെപ്പറേറ്റ് അല്ലേ? അറ്റാച്ച്മെന്റ് സെപ്പറേറ്റ് അല്ലേ? ക്ലിയർ ആയോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. മാർക്ക് എക്സാം ചോദിച്ച ചോദ്യമാണ്. മനസ്സിലായി? യെസ്. ഇനി സെവൻത്ത് എന്താ? പ്ലാസിന്റെ മെമ്പേഴ്സ് എന്താ? സെവൻത്ത് ഓൺ പ്ലാസിന്റെ മെമ്പേഴ്സ് എന്താ? ഇവിടെ എന്താ? ഫീറ്റസിനെ എൻഡിയർ ആയി പ്ലാസന്റയുടെ ടിഷ്യൂസ് കവർ വിളിക്കാം. ഫീറ്റസിന് എൻഡിയർ ആയിട്ട് പ്ലാസന്റയുടെ ടിഷ്യൂസ് കവർ വിളിക്കാം. കവർ ആവുകയാണ്. ഫീറ്റസിന് എൻഡിയർ ആയിട്ട് ഈ പറഞ്ഞ പ്ലാസന്റയുടെ ടിഷ്യൂസ് കവർ വിളിക്കാം. തിന്നായിട്ടുള്ള ലാർജ് ആണ്. തിന്നായിട്ടുള്ള ലാർജ് ആയിട്ടുള്ള എന്താണ് ഈ ഒരു മെമ്പറൈൻ ഫീറ്റസ് കവർ വിളിക്കാം. പ്ലാസിന്റെ മെമ്പറൈൻ. യെസ്, മറക്കരുത്. പ്ലാസിന്റെ മെമ്പറൈൻസ് പറയും, മറക്കരുത്. ചോദ്യം വരും. വളരെ ലാർജ് ആയിട്ടുള്ള മെമ്പറൈൻസും ഫീറ്റസ് കവർ വിളിക്കാം. പ്ലാസിന്റെ മെമ്പറൈൻസ്. 8 കിട്ടിയോ? 8 കിട്ടിയോ? കിട്ടിയോ? ഇതുവരെയുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തോ? ഇതുവരെയുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തോ? 54 വർക്ക്ഔട്ട് ചെയ്തോ? OMR കിട്ടി. എനിക്ക് മാർക്ക് കിട്ടി. എനിക്ക് കുറെ കിട്ടി. കിട്ടിയതിനകത്ത് 50% ആൾക്കാർ, 50 അല്ല, 50, 60, 70, 60% ആൾക്കാർക്ക് OMRന്റെ ഔട്ട് സൈഡ് പോകുന്നുണ്ടോ? വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ OMR ഞാൻ അയച്ചില്ലേ? അത് എനിക്ക് അയച്ച OMR അല്ല, ഞാൻ അതിന്റെ പുറത്ത് പോയെല്ലാം അയച്ചില്ലേ? കിട്ടിയോ? ആർക്കെങ്കിലും എനിക്ക് അയച്ച OMRനെ ഞാൻ കറക്ഷൻ ചെയ്ത് OMRന്റെ വെളിയിൽ പോയെല്ലാം അയച്ചിരുന്നോ? കിട്ടിയല്ലോ കുഞ്ഞെ? കിട്ടിയല്ലോ? കിട്ടുന്നുണ്ടോ? അയച്ച OMR എല്ലാം OMRന്റെ സർക്കിളിന് പുറത്തോട്ട് പോയ ആൾക്കാർക്കെല്ലാം ഞാൻ അയച്ചായിരുന്നോ? അത് അയച്ചായിരുന്നോ? അറിയല്ലോ. അയച്ചു, അയച്ചു. കിട്ടിയാണെങ്കിൽ കിട്ടിയോ? ഫോർ എക്സാമ്പിൾ പറയാണ് എല്ലാം അയച്ചത്. ഇപ്പൊ പറയണ്ട. ഇതെല്ലാം ഇല്ലേ? ഇൻകംപ്ലീറ്റ് അല്ലേ? ഇൻകംപ്ലീറ്റ് അല്ലേ ഇതെല്ലാം? ഒന്നെങ്കിൽ ദ ബബിളിംഗ് കംപ്ലീറ്റ് ആവായിരിക്കും, ഒന്നുകിൽ ദ ബബിളിംഗ് കംപ്ലീറ്റ് ആവായിരിക്കും, അല്ലെങ്കിൽ ദ ബബിളിംഗ് സർക്കിളിന്റെ വെളിയിൽ പോകും അല്ലേ? ദ ബബിളിംഗ് കംപ്ലീറ്റ് ആവായിരിക്കും, അല്ലെങ്കിൽ സർക്കിളിന്റെ വെളിയിൽ പോവുക. ചെയ്യരുത്. ഓക്കെ, കേട്ടോ? കേട്ടോ? ചെയ്യരുത്, 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 ചെയ്യരുത്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ പ്ലാസന്റയുടെ അബ്നോർമാലിറ്റി കണ്ടോ? അല്ലേ? അല്ലേ? കണ്ടില്ലേ? പ്ലാസിന്റെ അബ്നോർമാലിറ്റി, പ്ലാസിന്റെ അബ്നോർമാലിറ്റി 7 കിട്ടില്ലേ? 7ഉം പഠിച്ചില്ലേ? 7th അല്ല, അത് കഴിഞ്ഞു പഠിക്കുമ്പോൾ അബ്നോർമൽ അറ്റാച്ച്മെന്റ് പഠിക്കണ്ടേ?
നെക്സ്റ്റ് ഈസ് അബ്നോർമൽ അറ്റാച്ച്മെന്റ് ഓഫ് പ്ലാസന്റ പഠിക്കണം. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതിന് പ്ലാസന്റയുടെ അബ്നോർമൽ അറ്റാച്ച്മെന്റ് പഠിക്കണം. എന്തൊക്കെയുണ്ട്? ഇത് വാക്കറിയരുത്. എവിടെയെങ്കിലും അക്രീറ്റ ഇൻഗ്രീറ്റ കേട്ടിട്ടുണ്ടോ? അക്രീറ്റ ഇൻഗ്രീറ്റ ആൻഡ് പെർക്രീറ്റ. ഏതെങ്കിലും എക്സാം എപ്പോഴെങ്കിലും അക്രീറ്റ എന്നോ ഇൻഗ്രീറ്റ എന്നോ പെർക്രീറ്റ എന്നുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? അക്രീറ്റ ഇൻഗ്രീറ്റ പെർക്രീറ്റ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ചോദിക്കട്ടെ. തൊട്ട് മുമ്പേ പഠിച്ചതിൽ the normal the requirement of the protein in the pregnant woman എത്രയാ? The pregnant woman normal requirement of the protein എത്രയാ? തൊട്ട് മുമ്പേ പഠിച്ചതിൽ നോർമൽ റിക്വയർമെന്റ് ഓഫ് ദ pregnant woman എത്രയാ? പ്രോട്ടീൻ pregnant woman എത്രയാ? 70. ആൻഡ് മെയിൽ എത്രയാ? മെയിൽ എത്രയാ? 60. ഫീമെയിൽ എത്രയാ? ഫീമെയിൽ എത്രയാ? ഫീമെയിൽ മെയിലും ഫീമെയിലും ആൻഡ് പ്രഗ്നന്റ് മറക്കരുത്. മെയിലും ഫീമെയിലും ആൻഡ് പ്രഗ്നന്റും മറക്കരുത്. എക്സ്പെഷ്യലി പ്രഗ്നന്റ് ഒരിക്കലും മറക്കരുത്. നാളെയും 6 മണിക്ക് വയ്ക്കും. കാരണം 6 ഞാൻ വീട് പറയാട്ടോ. 6 അല്ലെങ്കിൽ 6:30 പറഞ്ഞാൽ മനസ്സിലായല്ലേ? പറഞ്ഞപ്പോഴും മനസ്സിലായി. മിക്കത് 6:30 അല്ലേ? ഇങ്ങനെ പറയുമ്പോഴേ എന്തുണ്ടല്ലേ? പറയുമ്പോഴേ 6:30 ആയിരിക്കണം. ഇങ്ങനെ ചുമ്മാ പറയില്ല അല്ലേ? ചുമ്മാ പറയില്ല. ആ പറയുമ്പോഴേ മനസ്സിലാക്കണം 6:30 ആയിരിക്കണം. ഇങ്ങനെ വെറുതെ പറയില്ല. മുൻകൂട്ടി പറയുമ്പോൾ എന്തോ 6:30 ആയിരിക്കണം. അത് അങ്ങനെ ശരിയല്ലേ? ശരിയല്ലേ? നോക്കാം. അബ്നോർമൽ അറ്റാച്ച്മെന്റ് ഓഫ് പ്ലാസന്റ. ഹെഡിങ് ഇടുക. അബ്നോർമൽ അറ്റാച്ച്മെന്റ് പ്ലാസന്റ. പ്ലാസന്റ അബ്നോർമൽ അറ്റാച്ച്മെന്റ് നമുക്ക് കാണാനുള്ളത് നോക്കാം. ഏതൊക്കെയുണ്ട്? എക്സാമിന് 1 മാർക്ക് എപ്പോഴും ചോദ്യം കേട്ടോ. എക്സാമിന് എപ്പോഴും ഈ 3 ഒരു ചോദ്യം എപ്പോഴും ചോദ്യം വരും. സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പ്ലാസന്റ അക്രീറ്റ? അക്രീറ്റ് എന്താ? അക്രീറ്റ് എന്താ? എനിയോ എന്തായിരിക്കും? ഈ പടം നോക്കി അറിയാം. ഈ പടം നോക്കി പറയാം. എന്താണ്? നോക്കി സൂക്ഷിച്ച് നോക്കി ആ കണ്ണുകൊണ്ട് പ്ലാസന്റ എൻഡോമെട്രിയം കഴിഞ്ഞു വരുന്നതാണോ? പ്ലാസന്റ എൻഡോമെട്രിയം കഴിഞ്ഞു വരുന്നതാണോ? ആ അക്രീറ്റ എന്ന് പറയുന്നത് പ്ലാസന്റ എൻഡോമെട്രിയം കഴിഞ്ഞു വരുന്നതാണോ? അക്രീറ്റ എന്ന് പറഞ്ഞാൽ പ്ലാസന്റ എൻഡോമെട്രിയം കഴിഞ്ഞു വരുന്നതാണോ? ആണ്. പ്ലാസന്റ എന്താണ്? പ്ലാസന്റയുടെ പ്രസന്റിംഗ് പാർട്ട് എപ്പോഴും എൻഡോമെട്രിയം കഴിഞ്ഞു വരും. ശരിയല്ലേ? പ്ലാസന്റയുടെ പ്രസന്റിംഗ് പാർട്ട് എപ്പോഴും എൻഡോമെട്രിയം കഴിഞ്ഞു വന്നാൽ എന്ത് വിളിക്കാം? പ്ലാസന്റയുടെ പ്രസന്റിംഗ് പാർട്ട് എപ്പോഴും എൻഡോമെട്രിയം കഴിഞ്ഞു വന്നെന്ന് വിളിക്കാം. പ്ലാസന്റ അക്രീറ്റ. ശരിയല്ലേ? നോർമൽ എവിടെ അടിച്ചെന്ന്? പ്ലാസന്റ നോർമൽ എവിടെ അടിച്ചെന്ന് പഠിച്ചു. ഡെസിഡുവ ബാസൽസ് അല്ലേ? ഡെസിഡുവ ബാസൽസ് അല്ലേ? നോർമലി പഠിച്ചു. പ്ലാസന്റ എവിടെ അടിച്ച്? ഡെസിഡുവ ബാസൽസ് അല്ലേ? അതുവരെ അല്ലേ പഠിച്ചു? അതല്ല, എല്ലാം പഠിച്ചതാണ്. നോർമലി സാധാരണഗതിയിൽ പ്ലാസന്റ ഡെസിഡുവ ബാസാലിസിൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. പക്ഷേ ശരിയല്ലേ? അതുവരെയല്ലേ? നോർമൽ ആണെങ്കിൽ പ്ലാസന്റ ഡെസിഡുവ ബാസാലിസിൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. പക്ഷെ ഇവിടെ അവൻ എന്ത് ചെയ്യും? എൻഡോമെട്രിയം കഴിഞ്ഞു വന്ന്, അവൻ പറയുന്ന കേൾക്കാതെ എൻഡോമെട്രിയം കഴിഞ്ഞു വന്ന് പ്ലാസന്റ ഇരുന്ന് വിളിക്കാം. നോർമലി ഈ പറഞ്ഞ ഡെസിഡുവ ബാസാലിസ് വരെ പ്ലാസന്റ ഇരിക്കാം. ശരിയല്ലേ? നോർമലി പറഞ്ഞ ഡെസിഡുവ ബാസാലിസ് വരെ പ്ലാസന്റ വന്നിരിക്കണം. പക്ഷെ പ്ലാസന്റ പറഞ്ഞാൽ കേൾക്കാതെ, അപ്പോഴേ അവൻ പറഞ്ഞേക്കില്ല. അവളോ പറഞ്ഞാൽ കേൾക്കുന്നില്ല. നേരെ വന്നത് ചെയ്യും? എൻഡോമെട്രിയം കഴിഞ്ഞു വന്ന പ്ലാസന്റ ഇരുന്നാൽ എന്ത് വിളിക്കാം? എൻഡോമെട്രിയം കഴിഞ്ഞു വന്ന പ്ലാസന്റ ഇത് വിളിക്കാം. പ്ലാസന്റ അക്രീറ്റ. പ്ലാസന്റ that's penetrating beyond the endometrium. അതാ ചോദ്യം. പ്ലാസന്റ that is penetrating beyond the endometrium.
പ്ലാസന്റ ദാറ്റ് ഇസ് പെനട്രേറ്റിംഗ് ബിയോണ്ട് ദ എൻഡോമെട്രിയം എന്നാണ് എക്സാം ചോദ്യം. അതാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. നോർമലി ദ ഡെസിഡോ ബാസാലിസ് വന്ന് പ്ലാസന്റ് ഇരിക്കണം, പക്ഷേ അത് പെനട്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് പ്ലാസന്റ് എന്ത് ചെയ്യും? എൻഡോമെട്രിയം കഴിഞ്ഞ് വന്ന് ഇരുന്ന് വിളിക്കാം അക്രേറ്റ്. ക്ലിയർ? ക്ലിയർ? അക്രേറ്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ പഠിക്കാൻ? എൻഡോമെട്രിയം കഴിഞ്ഞ് എൻഡോമെട്രിയം കഴിഞ്ഞ് വന്നിരിക്കുക അല്ലെ? ആ ഒരു വാക്ക് മറക്കരുത്. എൻഡോമെട്രിയം കഴിഞ്ഞ് വന്നിരുന്നു കഴിഞ്ഞാൽ അക്രേറ്റ്. സെക്കൻഡ് ടൈപ്പ് ഇസ് ഇൻക്രീറ്റ്. സെക്കൻഡ് ടൈപ്പ് ഇസ് ഇൻക്രീറ്റ്. എന്താ പ്ലാസന്റ് ഇൻക്രീറ്റ്? പ്ലാസന്റ് ഇൻക്രീറ്റ് എന്താ? ഇവിടെ ഏതൊരു വരും? ഏതൊരു വരും? അതാ ചോദ്യം. നേരത്തെ എൻഡോമെട്രിയം പഠിച്ചത് അക്രീറ്റ് പഠിച്ചത് അക്രീറ്റ് അതായത് സിമ്പിൾ പഠിക്കുക, ഈസിയാ പഠിക്കുക ഈസിയാ. അക്രീറ്റ് എവിടെ വന്നത്? എൻഡോമെട്രിയല്ലേ. അക്രീറ്റ് പ്ലാസന്റ് പെനട്രേറ്റ് ചെയ്ത് എൻഡോമെട്രിയം അല്ലേ? ഈസിയാ പഠിക്കാൻ. അക്രീറ്റ് പ്ലാസന്റ് പെനട്രേറ്റ് ചെയ്ത് എൻഡോമെട്രിയം അല്ലേ? ഇവിടെ എന്തായിരിക്കും? പ്ലാസന്റ് ഇൻക്രീറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസന്റയുടെ കോറിയോണിക് വില്ല് കഴിഞ്ഞ് മയോമെട്രിയം വരെ കയറി പോകുന്നതാണോ? ഇവിടെ ഇൻക്രീറ്റ എന്ന് പറഞ്ഞാൽ പ്ലാസന്റയുടെ കോറിയോണിക് വില്ല് കഴിഞ്ഞ് അതും പെനട്രേറ്റ് ചെയ്ത് പോയി ഏതുവരെയാ? മയോമെട്രിയം വരെ. പ്ലാസന്റയ്ക്കകത്തുള്ള കോറിയോണിക് വില്ലയും കഴിഞ്ഞ് മയോമെട്രിയം വരെ കയറി ഇത് വിളിക്കാം. പ്ലാസന്റയുടെ കോറിയോണിക് വില്ലയും കഴിഞ്ഞ് മയോമെട്രിയം വരെ കയറി ഇത് വിളിക്കാം ഇൻക്രീറ്റ. ഇനി എൻഡോമെട്രിയം വരെയാണെങ്കിലോ? പ്ലാസന്റ പെനട്രേറ്റ് ചെയ്ത് എൻഡോമെട്രിയം എന്താ? അത് അക്രീറ്റ. പ്ലാസന്റ അത് അകത്തേക്ക് കയറി എൻഡോമെട്രിയം വരെ പോയാൽ അക്രീറ്റയും, അതേ പ്ലാസന്റ നേരെ എന്ത് ചെയ്യുന്നു? കോറിയോണിക് വില്ലയും കഴിഞ്ഞ് മയോമെട്രിയം വരെ പോയതായിരിക്കും ഇൻക്രീറ്റ. എൻഡോമെട്രിയം മയോമെട്രിയം ഈ പറഞ്ഞ എന്താണ്? പെരിമെട്രിയം. ആരാ ഏറ്റവും ഔട്ടർമോസ്റ്റ്? ആരാ? അത് ഓർമ്മിക്കണം. എൻഡോമെട്രിയം മയോമെട്രിയം പെരിമെട്രിയം. ആരാ ഔട്ടർമോസ്റ്റ്? ആരാ? ഔട്ടർമോസ്റ്റ് ആരാ? പെരിമെട്രിയം. ആരാ ഇത്? മിഡിൽ മോസ്റ്റ് ആരാ? സെന്റർ ആരാ? നടുക്കാര മായോ. അത് ഇന്നർ മോസ്റ്റ് ആരാ? ഇന്നർ ആരാ? ആണോ? യെസ് ആണോ. ഇതുപോലെ ചോദിക്കുന്നത് ലേയേഴ്സ് ഓഫ് ബ്ലഡ് വെസൽ അല്ലേ? ലേയേഴ്സ് ഓഫ് ബ്ലഡ് വെസൽ ഏതൊക്കെയുണ്ട്? ഇതുപോലെ ചോദ്യം പറഞ്ഞ ഭാഗമാണ് ദ ലേയേഴ്സ് ഓഫ് ഇന്റിമ, മീഡിയ, അഡ്വെർട്ടിക്സ്. ട്യൂണിക്ക, ഇന്റിമ, ട്യൂണിക്ക, മീഡിയ. നോട്ട് കിട്ടിയിരുന്നോ? ഞാൻ എഴുതിയ ട്യൂണിക്ക, ഇന്റിമ, മീഡിയ കിട്ടിയല്ലോ. ചോദിക്കട്ടോ, നിങ്ങൾക്ക് ചോദിക്കാം. അയച്ചുതരാം. ഓക്കെ. ഓ ചോദിക്കട്ടെ. പ്ലാസന്റയുടെ പാർട്ടായ കോറിയോണില്ലേ? പ്ലാസന്റ് പാർട്ടായ കോറിയോണിക് വില്ലയും കഴിഞ്ഞ് എൻഡോമെട്രിയം കഴിഞ്ഞ് വിളിക്കാം. എൻഡോമെട്രിയം കഴിഞ്ഞ് വിളിക്കാം. ഇൻക്രീറ്റ് അല്ലേ? ആണ്. ഇനി അതേ പ്ലാസന്റ് മയോമെട്രിയം കഴിഞ്ഞ് വിളിക്കാം. അതേ പ്ലാസന്റ് മയോമെട്രിയം കഴിഞ്ഞ് പോയാൽ എന്ത് വിളിക്കാം? തെറ്റിക്കരുത്. എൻഡോമെട്രിയം കഴിഞ്ഞാൽ അക്രീറ്റ ആണോ? എൻഡോമെട്രിയം കഴിഞ്ഞാൽ അക്രീറ്റ, മയോമെട്രിയം കഴിഞ്ഞ് ഇൻക്രീറ്റ് അല്ലേ? എൻഡോമെട്രിയം കഴിഞ്ഞാൽ അക്രീറ്റയും മയോമെട്രിയം കഴിഞ്ഞാൽ ഇൻക്രീറ്റയും ആണോ? യെസ്. എൻഡോമെട്രിയം കഴിഞ്ഞാൽ അക്രീറ്റയും മയോമെട്രിയം കഴിഞ്ഞാൽ ഇൻക്രീറ്റയുമാണ്. മറക്കരുത്, ചോദ്യം വരും. അക്രീറ്റ് എന്താ? എൻഡോമെട്രിയം ഓർമ്മിക്കും. അക്രീറ്റ് എന്ന വാക്കിട്ടാൽ എൻഡോമെട്രിയം ഓർമ്മിക്കും.
ഒറ്റ വാക്ക് ഓർമ്മിച്ചാൽ അക്രീറ്റ് എന്ന് കേട്ടാൽ എൻഡോമെട്രിയം ഓർമ്മിക്കണം. ഇൻക്രീറ്റ് എന്ന് ചോദിച്ചാൽ മയോമെട്രിയം ഓർമ്മിക്കണം. ഓർമ്മിക്കോ? അക്രീറ്റ് എന്ന് കേട്ടാൽ എൻഡോമെട്രിയം ഓർമ്മിക്കണം. ഇൻക്രീറ്റ് എന്ന് കേട്ടാൽ മയോമെട്രിയം ഓർമ്മിക്കണം. ആൻഡ് പെർക്രീറ്റ് ഏതായിരിക്കും? പെർക്രീറ്റ് പെരിമെട്രിയം കഴിഞ്ഞു പോകുന്നു. പ്ലാസന്റ അത് പെനട്രേറ്റ് ചെയ്ത് പെരിമെട്രിയം കഴിഞ്ഞ് വിളിക്കും പെർക്രീറ്റ. 3 വാക്ക്. പ്ലാസന്റ അത് എൻഡോമെട്രിയം വിളിക്കാം. പ്ലാസന്റ എൻഡോമെട്രിയം കഴിഞ്ഞ് പോയി വിളിക്കാം പ്ലാസന്റ അക്രീറ്റ അല്ലെ? പ്ലാസന്റ എൻഡോമെട്രിയം കഴിഞ്ഞു പോയാൽ പ്ലാസന്റ അക്രീറ്റ. ഇനി അത് മയോമെട്രിയം കഴിഞ്ഞു പോയാൽ പ്ലാസന്റ ഇൻക്രീറ്റ. അത് ഏത് പെരിമെട്രിയം കഴിഞ്ഞു എന്ന് വിളിക്കാം പ്ലാസന്റ പെർക്രീറ്റ. ക്ലിയർ? കിട്ടിയോ? 3 വാക്ക്. എൻഡോമെട്രിയം, അക്രീറ്റ, മയോമെട്രിയം, ഇൻക്രീറ്റ, പെരിമെട്രിയം, പെർക്രീറ്റ. ക്ലിയർ അല്ലേ? പ്ലാസന്റ പോവാണ് അങ്ങോട്ട്, ഒന്നും അറിയണ്ട, പോവാണ് അങ്ങോട്ട്. ക്ലിയർ ആയോടെ? അബ്നോർമാലിറ്റി ഇതൊക്കെ അബ്നോർമാലിറ്റി അല്ലേ? ഇതൊക്കെ അബ്നോർമാലിറ്റി അല്ലേ? അബ്നോർമാലിറ്റി അല്ലേ ഇതൊക്കെ? 3 ക്ലിയർ ആയി. പക്ഷെ അബ്നോർമാലിറ്റിക്കകത്ത് എക്സാം ഒരു ചോദ്യം ഭാഗമുണ്ട്. സ്ഥിരമായിട്ട് എക്സാം ചോദിക്കുകയാണ് ക്ലാസിന്റെ പ്രീവിയ. അതുണ്ടോ? എക്സാം എപ്പോഴും ഒരു ചോദ്യം ഉണ്ട്, ക്ലാസിന്റെ പ്രീവിയ. അത് 4ാമത്തെ കേട്ടോ. 4 ടൈപ്പ്. അബ്നോർമാലിറ്റി പഠിക്കുമ്പോഴേ അബ്നോർമൽ അറ്റാച്ച്മെന്റ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് അക്രീറ്റ് പഠിച്ചു, ഇൻക്രീറ്റ് പഠിച്ചു, പെർക്രീറ്റ് പഠിച്ചു. 4th വൺ ഈസ് പ്ലാസന്റ പ്രീവിയ. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കത്തെ ഈ ഒരു വാക്ക് സെപ്പറേറ്റ് കാണുന്നല്ലേ? ടെക്സ്റ്റ് ബുക്കത്തെ എപ്പോഴും പ്ലാസിന്റെ പ്രീവിയ എന്ന വാക്ക് സെപ്പറേറ്റ് കാണുന്നില്ല. സെപ്പറേറ്റ് അല്ലേ? പ്ലാസിന്റെ പ്രീവിയ മാത്രം സെപ്പറേറ്റ് കാണുന്നില്ലേ? അല്ലേ? ക്ലാസിന്റെ പ്രീവിയ മാത്രം എപ്പോഴും സെപ്പറേറ്റ് കാണുന്നല്ലേ? എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലാസിന്റെ പ്രീവിയ മാത്രം സെപ്പറേറ്റ് കാണാറുണ്ടോ? ഉണ്ട്. പക്ഷെ അത് വരുന്ന എവിടെയാ? അബ്നോർമൽ അറ്റാച്ച്മെന്റ് ഓഫ് എവിടെയാ? അബ്നോർമൽ അറ്റാച്ച്മെന്റ് എവിടെയാ? പ്ലാസന്റ. ഫസ്റ്റ് വൺ ഇസ് അക്രീറ്റ, സെക്കൻഡ് ഇസ് ഇൻക്രീറ്റ, തേർഡ് ഇസ് പെർക്രീറ്റ, 4th ഇസ് പ്ലാസന്റ പ്രീവിയ. എന്തായിരിക്കും പ്ലാസന്റ പ്രീവിയ? പ്രീവിയ എന്താ? പ്രീവിയ എന്താ? എന്തായിരിക്കും? സിമ്പിൾ കാര്യം. കാര്യം സിമ്പിളാ. പ്രീവിയ എന്താ? നോർമലി എവിടെയാ ടച്ച് പ്ലസന്റ? നോർമൽ എവിടെയാ? നോർമൽ ഫണ്ട്സ് അടുത്തല്ലേ? നോർമലി പ്ലാസന്റ എവിടെ? ഫണ്ട്സ് അടുത്തല്ലേ? ഫണ്ടസിന് അടുത്തായിട്ട് മുകളല്ലേ? ഫണ്ടസിന് അടുത്തായിട്ട് ആന്റിൽ പോസ്റ്റ് വളല്ലേ? നോർമലി ഫണ്ടസിന് അടുത്തായിട്ട് ആന്റിൽ പോസ്റ്റ് വളല്ലേ? അല്ലേ? നോർമലി പ്ലാസന്റ അറ്റാച്ച് ചെയ്ത് ഫണ്ടസിന്റെ അടുത്തായിട്ട് ആന്റിൽ പോസ്റ്റ് വളല്ലേ? ആന്റിൽ പോസ്റ്റ് വളല്ലേ? നോർമലി ഫണ്ടസിന്റെ അടുത്തായിട്ട് ആന്റിൽ പോസ്റ്റ് വളല്ലേ എപ്പോഴും അറ്റാച്ച് ചെയ്യുന്നത് ആണ്. പക്ഷെ ഇവിടെയാണെങ്കിലോ സിമ്പിളായി പഠിക്കാം. പ്ലാസന്റ പ്രീവിയ ആണെങ്കിൽ ലോവർ പോൾ ഓഫ് യൂട്രയിലാണോ? യൂട്രസിന്റെ ലോവർ പോളിലാണോ? എപ്പോഴും ഓർമ്മ വേണം, യൂട്രസിന്റെ ലോവർ പോളിൽ വന്ന് പ്ലാസന്റ അറ്റാച്ച് വിളിക്കപ്പെടുന്ന യൂട്രസിന്റെ ലോവർ പോർഷനിൽ വന്ന് യൂട്രസിന്റെ ലോവർ പോളിൽ വന്ന് പ്ലാസന്റ അറ്റാച്ച് ചെയ്തതിന് പറഞ്ഞപ്പെടുന്ന പ്ലാസന്റ പ്രീവിയ. ലോവർ പോളിലാണ്. യൂട്രസിന്റെ ലോവർ പോളിൽ വന്ന് പ്ലാസന്റ അറ്റാച്ച്മെന്റ് ചെയ്ത് വിളിക്കുക പ്ലാസന്റ പ്രീവിയ എന്ന് പറയാം. ക്ലിയർ? നോർമലി എപ്പോഴും പ്ലാസ് വന്ന് ഇവിടെയാ? ഫണ്ടസിന്റെ അടുത്തല്ലേ? നോർമലി എപ്പോഴും പ്ലാസന്റ വരുന്നത് ഫണ്ടസിന്റെ അടുത്തല്ലേ? ഫണ്ടസിന്റെ അടുത്തായിട്ട് ആന്റി പോസ്റ്റിന്റെ അടുത്തല്ലേ? ആന്റി പോസ്റ്റ് വാളല്ലേ? നോർമലി ഫണ്ടസിന്റെ അടുത്ത് ആന്റി പോസ്റ്റ് വാളിന് എപ്പോഴും ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? യൂട്രസിന്റെ ലോവർ വാളിൽ വന്ന് പ്ലാസന്റ അറ്റാച്ച് കഴിഞ്ഞാൽ പ്ലാസന്റ പ്രീവിയ എന്ന് വിളിക്കാം. ഇനിയും ചോദ്യമുണ്ട്, പ്ലാസന്റ പ്രീവിയ എത്ര ടൈപ്പ് ഉണ്ട്? ഇനിയും ചോദ്യമുണ്ട്, പ്ലാസന്റ പ്രീവിയ എത്ര ടൈപ്സ് ഉണ്ട്? പ്രധാനമായിട്ടും 3 ടൈപ്സ് ഉണ്ട്. പ്ലാസന്റ പ്രീവിയ പ്രധാനമായിട്ടും 3 ടൈപ്സ് ഏതൊക്കെയാണ്? പ്ലാസന്റ പ്രീവിയ പ്രധാനമായിട്ടും 3 ടൈപ്സ് ഉണ്ട്. ചോദ്യം വരും, പ്ലാസന്റ പ്രീവിയ പ്രധാനപ്പെട്ട 3 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? അതൊക്കെ അറിയാം. മാർജിനൽ, പാർഷ്യൽ, കംപ്ലീറ്റ് അല്ലേ?
ആണോ? മാർജിനല്ലെങ്കിൽ വരണ്ടോ? ലോ ലൈങ്ങിൽ വരണ്ടോ? ലോ ലൈങ്ങിൽ വരണ്ടോ? എവിടെയും കണ്ടോ ചോദ്യം? ഇതിന്റെ എഴുതി നോട്ടില്ല. ഇതിന്റെ എഴുതി നോട്ടില്ല. എഴുതി നോട്ടില്ല. മലയാളം മലയാളം അതിനകത്ത് എനിക്ക് മെസ്സേജ് അയക്കാൻ നമുക്കറിയാം. എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ കണ്ടോ? ആഫ്റ്റർ ക്ലാസ് മെസ്സേജ്, ആഫ്റ്റർ ക്ലാസ് മെസ്സേജ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ദ ടൈപ്സ് ഓഫ് പ്ലസിന്റെ പുറകെ സ്റ്റാർട്ട് ചെയ്യാം. ഗീരറ്റില്ലേ? ഗീരറ്റ് എന്നാണ് എപ്പോഴും ഒരു പരാതി. നീ ഉറക്കില്ല, ഉറക്കില്ല. എപ്പോഴും നോക്കിയാലും എന്താണ് അവിടെ ലൈറ്റ് ഉണ്ട്. ആ റൂമിൽ മാത്രം ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പുറത്ത് പറഞ്ഞ ആൾക്കാരില്ലേ, അപ്പുറത്ത് രാത്രിയാണെ പറയാം, പകൽ കുഴപ്പമില്ല. രാത്രി അവിടെ ഫുൾ ലൈറ്റാ. രാത്രിയും രാവിലെയും 4 ലൈറ്റാ. അവിടെ അതാണുണ്ടോ? അനുഭവമുണ്ടോ? അനുഭവം അറിയില്ലേ? അവിടെ എപ്പോഴും ലൈറ്റാ. എന്താണെന്ന് അറിയില്ല. ഫുൾ ടൈം ലൈറ്റ്, ലൈറ്റ് ഓഫ് ചെയ്യില്ല. അതുകൊണ്ട് അറിയില്ല. അനുഭവമുണ്ടോ? അത് പഠിക്കാറുണ്ടോ? അറിയില്ല. പഠിക്കാറുണ്ടോ? പഠിക്കാറുണ്ടോ? രാത്രി കിടന്നു രാത്രി പഠിക്കാറുണ്ടോ? ആരെങ്കിലും ചോദിക്കട്ടെ. രാത്രി സമയത്ത് പഠിക്കാറുണ്ടോ? പഠിക്കാറുണ്ടോ? എവിടെ? ചുമ്മാ പറഞ്ഞു പഠിക്കാറുണ്ടോ? അല്ലെങ്കിൽ പഠിക്കാറുണ്ടോ? ഉണ്ട്. എല്ലാം കംപ്ലീറ്റ് ചെയ്തോരെ? എല്ലാം കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? ഞാൻ ഈ 6 മണി ചെയ്ത കാര്യം മനസ്സിലാവും. അത്രയെങ്കിലും കാണിച്ചു ആത്മാർത്ഥത, അത്രയെങ്കിലും ആത്മാർത്ഥത കാണിച്ചുകൂടെ? ഞാൻ ഈ ഇരിക്കുന്ന സമയമെങ്കിലും കാണിച്ചൂടെ? ഞാൻ ഈ ഇരിക്കുമ്പോൾ സമയം കാണിച്ചൂടെ? ആത്മാർത്ഥത കാണിച്ചൂടെ? ഇത് ബാക്കി എല്ലാ ക്ലാസ്സും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചൂടെ? ബാക്കി എല്ലാ ബാച്ചുകാർക്കും ക്ലാസ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് മാത്രം ഇരിക്കുമ്പോൾ മനസ്സിലായിക്കൂടെ? പഠിക്കോ? 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 എങ്കിൽ പഠിക്കണം. സോ ദ ടൈപ്സ് ഓഫ് ക്ലാസിന്റെ പ്രീവിയ, ദ ടൈപ്സ് ഓഫ് ക്ലാസിന്റെ പ്രധാന 3 ടൈപ്പ് ഉണ്ട്. ചോദ്യം വരും, എക്സാമിൽ ചോദ്യം സ്ഥലം ഇതാണ്. ക്ലാസിന്റെ പ്രധാന 3 ടൈപ്സ് അല്ലേ? ചോദ്യം എക്സാക്ട് വരും, ഇവിടെ തന്നെ വരും. ക്ലാസിന്റെ പ്രീവിയ പ്രധാന 3 ടൈപ്സ് ഏതൊക്കെയാ? ചോദ്യം ചോദിക്കും, എക്സാമിൽ ചോദിക്കും. 3 ടൈപ്സ് ഏതൊക്കെയാ? ക്ലാസിന്റെ പ്രീവിയുടെ മെയിൻ 3 ടൈപ്സ് ഏതൊക്കെയാ? കംപ്ലീറ്റ് ക്ലാസിന്റെ ഉണ്ടോ? കംപ്ലീറ്റ് ക്ലാസിന്റെ പ്രീവിയ, പാർഷ്യൽ ക്ലാസിന്റെ പ്രീവിയ, മാർജിനൽ ക്ലാസിന്റെ പ്രീവിയ. എക്സാമിൽ ചോദ്യം വരും. ദ ടൈപ്സ് ഓഫ് ക്ലാസിന്റെ പ്രീവിയ കഴിഞ്ഞ എക്സാമിൽ ചോദ്യം വരുന്നു. മാർജിനൽ ചോദ്യം അല്ലേ? കണ്ടായിരിക്കും ഈ ചൂണ്ടായിരിക്കും കഴിഞ്ഞ എക്സാമിന് ചോദ്യം മാർജിനൽ അല്ലേ? 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 കഴിഞ്ഞ എക്സാമിന് ചോദ്യം മാർജിനൽ അല്ലേ? കഴിഞ്ഞ കേരള PC എക്സാം ചോദ്യം മാർജിനലായിരുന്നു. ഇവിടെ എക്സാമിൽ ചോദ്യം വരും. ഫസ്റ്റ് ഈസ് കംപ്ലീറ്റ് എന്ന് പഠിക്കുക, സെക്കൻഡ് എന്താ? പാർഷ്യൽ, തേർഡ് ഈസ് മാർജിനൽ. എന്നാ കംപ്ലീറ്റ് എന്താ? കംപ്ലീറ്റ് എന്താ? കംപ്ലീറ്റ് ക്ലാസിന്റെ പ്രീവ്യൂ എന്താ? എന്തായിരിക്കും കംപ്ലീറ്റ് ക്ലാസിന്റെ പ്രീവ്യൂ എന്താ? സിമ്പിളാ പഠിക്കുക. പറഞ്ഞാൽ എന്താ കംപ്ലീറ്റ്? ഈ 4 പടം കാണുന്നുണ്ടോ? 4 പടം കാണുന്നുണ്ടോ? 4 പടം കാണുന്നുണ്ടോ? 1, 2, 3 കാണുന്നുണ്ടോ? ആരെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ട്. ക്ലാസിന്റെ വന്നിട്ട് സെർവിക്സിന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വിളിക്കാം. ക്ലാസിന്റെ ലോവർ പോൾ വന്നിട്ട് ഇവിടെ ക്ലാസിന്റെ ലോവർ പോളിൽ വന്നിട്ട് സെർവിക്സിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്താൽ അതിനെ പറയുന്ന പേര് ക്ലാസിന്റെ ലോവർ പോൾ. യൂട്രസിന്റെ ലോവർ പോൾ വന്നിട്ട് സെർവിക്സിനെ കംപ്ലീറ്റ് ആയിട്ട് സെർവിക്സിന്റെ ക്ലാസിന്റെ ലോവർ പോൾ വന്നിട്ട്
എന്താ സർവീസിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വിളിക്കാം. പ്ലാസ ലോവർ പോളിൽ വന്നിട്ട് സർവീസിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വിളിക്കാം. കംപ്ലീറ്റ് പ്ലാസിന്റെ പ്രീവിയല്ലേ. പ്ലാസന്റെ ലോവർ പോളിൽ വന്നിട്ട് ഇതാണ് ഈ പറഞ്ഞ സർവീസിനെ കംപ്ലീറ്റ് ആയിട്ട് പ്ലാസൻ ലോവർ പോളിൽ വന്നിട്ട് സർവീസിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ആക്കിയാൽ കംപ്ലീറ്റ് പ്ലാസന്റെ പ്രീവിയ. മറക്കരുത്. ഫസ്റ്റ് സെക്കൻഡ് ഈസ് പാർഷ്യൽ. എന്താ പാർഷ്യൽ? എന്താ ആ ഒരു വേർഡ് പറയുമ്പോൾ തന്നെ പാർഷ്യൽ എന്താ? പാർഷ്യൽ എന്താ? ആ ഒരു വേർഡ് പറയുമ്പോൾ തന്നെ സെർവിക്സിനെ പാസ്റ്റ് ആയിട്ടല്ലേ ആ ഒരു വേർഡ് പറയുമ്പോൾ തന്നെ സെർവിക്സിനെ പാസ്റ്റ് പകുതി മാത്രം ആ ഒരു വേർഡ് പറയും.
സ്റ്റാർട്ട് ചെയ്യാം. കറണ്ട് പോയിട്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാം. കറണ്ട് ഇങ്ങനെ ഇടയ്ക്കും പോയി വന്നിരിക്കട്ടെ. കറണ്ട് ഇങ്ങനെ ഇടയ്ക്കും പോയി വന്നിരിക്കും. അത് പോയില്ലല്ലോ. കറണ്ട് ഇങ്ങനെ ഇടയ്ക്കും പോയി വന്ന്. മഴയുണ്ടോ അവിടെ? മഴയുണ്ടോ അവിടെ അടുത്ത്? മഴയുണ്ടോ അതിനടുത്ത്? മഴയൊക്കെ ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. മഴയുണ്ടോ? കറണ്ട് ഇങ്ങനെ ഇടയ്ക്കും പോയി മഴയുണ്ടല്ലോ അടുത്ത്. ലാസ്റ്റ് ശബ്ദ പ്ലാസന്റ സെർവിക്സിനെ പാർഷ്യലായിട്ട് കവർ വിളിക്കാം. പ്ലാസന്റ സെർവിക്സിനെ പാർഷ്യലായിട്ട് കവർ ആയത് വിളിക്കാം. പ്ലാസന്റ സെർവിക്സിനെ പാർഷ്യലായിട്ട് കവർ ചെയ്ത് വിളിക്കാം. പ്ലാസന്റ സെർവിക്സിനെ പാർഷ്യലായിട്ട് മാത്രം കവർ ചെയ്ത് വിളിക്കാം. വിളിക്കാം പാർഷ്യൽ ആയിട്ട് മാത്രം. പ്ലാസന്റ സെർവിക്സിനെ പകുതി മാത്രം. പാർഷ്യലല്ലേ? അല്ലേ? വീണ്ടും ചോദ്യം. പ്ലാസന്റയുടെ ഇത് ലോവർ പോൾ വന്നിട്ട് സെർവിക്സിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്താലോ? പ്ലാസന്റയുടെ ലോവർ പോൾ വന്നിട്ട് സെർവിക്സിനെ കംപ്ലീറ്റ് എന്താ? പ്ലാസന്റയുടെ ലോവർ പോൾ വന്നിട്ട് പ്ലാസന്റെ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് സെർവിക്സിനെ കവർ ആയെന്ന് വിളിക്കാം. പ്ലാസന്റയുടെ ലോവർ പോൾ വന്നിട്ട് പ്ലാസന്റ് എന്ത് ചെയ്യും? സെർവിക്സിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ആക്കി വിളിക്കാം. കംപ്ലീറ്റ് പ്ലാസന്റ പ്രീവിയ. കിട്ടിയോ? അത് മാർജിൻ എന്താ? പ്ലാസിന്റെ എഡ്ജ് മാത്രം. പ്ലാസിന്റെ എഡ്ജ് മാത്രം അവിടെ നിന്ന് വിളിക്കാം. പ്ലാസിന്റെ എഡ്ജിൽ മാത്രം എന്ത് വിളിക്കാം? സെർവിക്സിന്റെ മാർജിനിൽ മാത്രം വന്ന് പ്ലാസന്റെ അവസാനിച്ചത് വിളിക്കാം. സെർവിക്സിന്റെ മാർജിനിൽ മാത്രം പ്ലാസന്റെ അവസാനിച്ച എന്ത് വിളിക്കാം? സെർവിക്സിന്റെ മാർജിനിൽ മാത്രം പ്ലാസന്റെ അവസാനിച്ചാൽ മാർജിൻ പ്ലാസന്റ പ്രീവിയ ആണോ? ക്ലിയർ? സോ എന്താ പ്ലാസന്റ പ്രീവിയ എന്താ? എപ്പോഴും യൂണിറ്റ്സിന്റെ ലോവർ പോൾ വെച്ച് ചെയ്യണോ? ആണോ? ലോവർ പോൾ വന്ന് അറ്റാച്ച് ചെയ്താണോ? പ്ലാസന്റ ലോവർ പോൾ ഓഫ് യൂട്രസിൽ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്ന പ്ലാസന്റ് വന്ന് യൂട്രസിന്റെ ലോവർ പോൾ വന്ന് അറ്റാച്ച് വിളിക്കാം. പ്ലാസന്റ പ്രീവിയ ആണോ? പ്ലാസന്റ യൂട്രസിൽ ലോവർ പോളിൽ വന്ന് അറ്റാച്ച്മെന്റ് ചെയ്താൽ പ്ലാസന്റ പ്രീവിയ. നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന 3 ടൈപ്സ് ആണ്. ഇത് കംപ്ലീറ്റ് ചോദിക്കും, മാർജിനൽ ചോദിക്കും, പാർഷ്യലും ചോദിക്കും. ഇത് 3
പ്രീവിയസ് കിട്ടിയോ? 3 ചോദ്യം വരും. പ്ലാസന്റെ അത് എഡ്ജിൽ വന്ന് അറ്റാച്ച് വിളിക്കാം. പ്ലാസന്റെ എഡ്ജ് ഭാഗത്ത് വന്ന അറ്റാച്ച്മെന്റ് എന്താ? പ്ലാസന്റെ എഡ്ജ് ഭാഗത്ത് വന്ന് അറ്റാച്ച് വിളിക്കാം. പ്ലാസന്റെ എഡ്ജ് സെർവിക്സിന്റെ മാർജിൻ മാത്രം. പ്ലാസന്റെ എഡ്ജ് എന്ന് പറയുമ്പോൾ സെർവിക്സിന്റെ മാർജിൻ ഭാഗത്ത് വിളിക്കാം. മാർജിൻ ആണോ? പ്ലാസന്റെ ഇപ്പൊ സെർവിക്സിന്റെ എഡ്ജ് ഭാഗം, പ്ലാസൻ സെർവിക്സിന്റെ എഡ്ജ് ഭാഗമായ മാർജിൻ ധരിക്കും. മാർജിനാണോ? മാർജിനിലാണോ? ഇനി പ്ലാസൻ സർവീസിന്റെ ലോവർ ഈ പോൾ വന്നിട്ട് താഴ്ഭാഗം, പ്ലാസന്റെ സർവീസിന്റെ താഴ്ഭാഗം ലോവർ പോൾ എന്ന് വിളിക്കാം. കംപ്ലീറ്റ് ആണ്. ഫുൾ അടയും. ഫുൾ അടയില്ലേ? അടയില്ലേ? ഇനി ഒരു പാർസൽ എന്ത് സർവീസിൽ നിന്നാണ് സെർവിക്കൽ ഓപ്പണിങ്ങിനെ പാർസൽ വിളിക്കാം. പാർസൽ പ്ലസ് പ്രിവ്യൂ അല്ലേ? 3 കിട്ടിയോ? 3 കിട്ടിയോ? 3 എക്സാമിന് പ്രിവ്യൂ ചോദിക്കും. 3 പ്രിവ്യൂ, പ്ലാസിന്റെ പ്രിവ്യൂ 3 എപ്പോഴും എക്സാമിന്റെ ചോദ്യമാണ്. സ്ഥിരമായിട്ട് എപ്പോഴും പ്ലാസിന്റെ പ്രിവ്യൂ ചോദ്യമാണ്. കിട്ടിയോടെ? എല്ലാം പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ. എവിടെ പഠിച്ചത്? എവിടെ പഠിച്ചത്? അബ്നോർമൽ അറ്റാച്ച്മെന്റ് പ്ലാസിന്റെ കേട്ട ആദ്യം പ്ലാസിന്റെ അക്രീറ്റ് പഠിച്ചു, ഇൻകറീറ്റ് പഠിച്ചു, പെർക്രീറ്റ് പഠിച്ചു, പ്രീവ്യൂ പഠിച്ചല്ലേ? പ്ലാസിന്റെ പ്രീവ്യൂ പഠിച്ചു. അതിനകത്ത് പ്ലാസിന്റെ പ്രീവ്യൂ 3 ടൈപ്സ് പഠിച്ചു. കംപ്ലീറ്റ് പ്ലാസിന്റെ പ്രീവ്യൂ പഠിച്ചു, പാർഷ്യൽ പഠിച്ചു, മാർജിനൽ പഠിച്ചു. ഇതിനകത്ത് സെർവിക്സിനെ പാർഷ്യൽ കവർന്നരാ? ഇതിനകത്ത് സെർവിക്സിനെ പാർഷ്യൽ കവർന്നരാ? ഇതിനകത്ത് സെർവിക്സിനെ പാർഷ്യലി മാത്രം കവർന്നരാ? പാർഷ്യൽ പ്ലാസിന്റെ പ്രീവ്യൂ. സെർവിക്കൽ ഓസിന് കംപ്ലീറ്റ് ആരാ? സെർവിക്കൽ ഓസിന് കംപ്ലീറ്റ് ആരാ? കംപ്ലീറ്റ് പ്ലാസിന്റെ പ്രീവ്യൂ. സെർവിക്സിന്റെ മാർജിൻ ഭാഗത്തിരിക്കാരാ? സർവീസിനെ മാർജിൽ മാത്രം പ്ലാസിന്റെ അവതരിപ്പിക്കാം. മാർജിൽ പ്ലാസിന്റെ പ്രീവ്യൂ. 3 ചോദ്യം എപ്പോഴും സ്ഥിരം കേരള PC എക്സാം ചോദ്യം. കിട്ടിയല്ലോ? കിട്ടിയല്ലോ? കിട്ടിയോ? പറയാ കിട്ടിയോ? കിട്ടിയോ? നെക്സ്റ്റ് ഇസ് അബ്നോർമൽ അറ്റാച്ച്മെന്റ് കോഡ്. അബ്നോർമൽ അറ്റാച്ച്മെന്റ് കോഡ്. നേരത്തെ പഠിച്ചെന്താ? പഠിച്ചെന്താ? അബ്നോർമൽ അറ്റാച്ച്മെന്റ് പ്ലാസിന്റെ പഠിച്ചില്ലേ? അബ്നോർമൽ അറ്റാച്ച്മെന്റ് പ്ലാസിന്റെ പഠിച്ചോ? അതുപോലെ കേരള PC എക്സാമിനെ സ്ഥിരം ചോദ്യ സ്ഥലമാണ് അബ്നോർമൽ അറ്റാച്ച്മെന്റ് ഓഫ് ദ കോഡ്, അംബ്ലിക്കൽ കോഡ്. അബ്നോർമൽ അറ്റാച്ച്മെന്റ് ഓഫ് പ്ലാസന്റെ പഠിച്ചു. അതുപോലെ ചോദ്യം സ്ഥലമാണ് അബ്നോർമൽ അറ്റാച്ച്മെന്റ് ഓഫ് അംബ്ലിക്കൽ കോഡ്. ലെങ്ത് എത്രയാ? അംബ്ലിക്കൽ കോഡിന്റെ ലെങ്ത് എത്രയാ? ലെങ്ത് നമുക്ക് എത്രയാ പഠിച്ചു? എത്രയാ ലെങ്ത് ഓഫ് അംബ്ലിക്കൽ കോഡ്? എത്രയാ? 45 സെന്റിമീറ്റർ. അവിടെ പഠിക്കാൻ പോകുന്ന കാര്യമാണ് അബ്നോർമൽ അറ്റാച്ച്മെന്റ് ഓഫ് അംബ്ലിക്കൽ കോഡ്. ഒരു ചോദ്യം വരും കേട്ടോ. എന്തൊക്കെയുണ്ട്? ബാറ്റൽ ഡോർ ഉണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിലും ബാറ്റൽ ഡോർ എവിടെ കണ്ടിട്ടുണ്ടോ? ബാറ്റൽ ഡോർ ക്ലാസ് ഇല്ല. എവിടെ കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യം ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? പ്രീവിയസ് കേരള PC എക്സാം ആയിട്ട് ഈ ചോദ്യം ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ആരെങ്കിലും ഈ ചോദ്യം എഴുതിയിട്ടുണ്ടോ? ലീന ഉണ്ട്, അഖില ഉണ്ട്. ആരെങ്കിലും? ബിന്ദു ഉണ്ട്, ബിന്ദു ജ്യൂസ് ഉണ്ട്. വേറെ ഉണ്ടോ? ഈ ചോദ്യം ആരെങ്കിലും പ്രീവിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യം ആരെങ്കിലും പ്രീവിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? സ്ഥിരം ചോദ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് അംബ്ലിക്കോണിന്റെ അറ്റാച്ച്മെന്റ് ഒന്നും പ്ലാസന്റെ അറ്റാച്ച്മെന്റ് അറിയില്ലല്ലോ. നേരത്തെ പഠിച്ചേതാ? പ്ലാസന്റെ ആണോ? പ്ലാസന്റെ. പക്ഷെ ആ ടൈപ്സ് അറിയില്ലല്ലോ. പ്ലാസന്റെ അബ്നോർമൽ അറ്റാച്ച്മെന്റും അംബ്ലിക്കോണിന്റെ അറ്റാച്ച്മെന്റ് അറിയില്ല. വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ പഠിക്കുമ്പോൾ വ്യക്തമായി പഠിക്കണം. നെക്സ്റ്റ് പഠിക്കുന്നത് അംബ്ലിക്കൽ കോഡിന്റെ അറ്റാച്ച്മെന്റ് ആണ്. നോക്കാം. അബ്നോർമൽ അറ്റാച്ച്മെന്റ് ഓഫ് അംബ്ലിക്കൽ കോഡ്. അംബ്ലിക്കൽ കോഡിന്റെ അറ്റാച്ച്മെന്റ് ഫസ്റ്റ് ഇസ് ബാറ്റൽ ഡോർ പ്ലാസന്റെ. സിമ്പിൾ ആണ് പഠിക്കാൻ. കാര്യം വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ. എന്തായിരിക്കും? ഒറ്റ പഠിക്കാം. ഒറ്റ വാക്കിൽ പഠിക്കാം. വെറുതെ അല്ല, ഞാൻ വെറുതെ പറയില്ല. നോർമലി ദ കോഡ് അറ്റാച്ച് ചെയ്യും. നോർമലി എവിടെ കോഡ് അറ്റാച്ച് ചെയ്യും? സെൻട്രലല്ലേ? നോർമലി എവിടെ ദ കോഡ് അറ്റാച്ച് ചെയ്യും? നോർമലി എവിടെ കോഡ് അറ്റാച്ച് സെൻട്രലല്ലേ? നോർമലി ദ കോഡ് അറ്റാച്ച്മെന്റ് എവിടെ? സെൻട്രലല്ലേ? നോർമലി ദ കോഡ് അറ്റാച്ച്മെന്റ് എവിടെ? സെൻട്രലല്ലേ? അല്ലേ? നോർമലി ദ കോഡ് വന്ന അറ്റാച്ച് എവിടെ? സെൻട്രലല്ലേ? പറഞ്ഞു എല്ലാവരും പറഞ്ഞു. നോർമലി ദ കോഡ് വന്ന് അറ്റാച്ച് എവിടെ? സെൻട്രലല്ലേ?
സെന്റർ ആവണോ? പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? എഡ്ജിൽ കൊണ്ടുവന്ന് ചെയ്യും, ഇവിടെ എഡ്ജ് ഭാഗത്ത് കൊണ്ടുവന്നത് കോഡ് അറ്റാച്ച് അല്ലേ? ഇവിടെ എഡ്ജ് ഭാഗത്ത് കൊണ്ടുവന്നത് കോഡ് അറ്റാച്ച്മെന്റ് വന്നാൽ എന്ത് വിളിക്കാം? നോർമലി സെന്റർ ഭാഗത്താണ് കോഡ് അറ്റാച്ച് ചെയ്യുന്നത് അല്ലേ? നോർമലി എപ്പോഴും സെന്റർ ഭാഗത്താണ് കോഡ് അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? എഡ്ജ് ഭാഗത്ത് വന്ന് അബ്ഡോമിനൽ കോഡ് അറ്റാച്ച് വിളിക്കാം. എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ബാറ്റിൽ ഡോർ പ്ലാസന്റ. നോർമലി എപ്പോഴും മറക്കാതെ പഠിക്കുക, സെൻട്രലിലാണ് കോഡ് അറ്റാച്ച് ചെയ്യുന്നത് അല്ലേ? നോർമലി സെൻട്രൽ ഭാഗത്ത് എപ്പോഴും കോഡ് അറ്റാച്ച് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ കോഡ് സൈഡ് ഭാഗത്ത് വന്ന് എഡ്ജ് ഭാഗത്ത് വന്ന് അറ്റാച്ച്മെന്റ് വരികയാണെങ്കിൽ ബാറ്റിൽ ഡോർ പ്ലാസന്റ എന്ന് വിളിക്കാം. ക്ലിയർ? ഫസ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് കിട്ടിയോ? അംബ്ലിക്കോഡിന്റെ അബ്നോർമൽ ഫസ്റ്റ് കിട്ടിയോ? അംബ്ലിക്കോഡിന്റെ അറ്റാച്ച്മെന്റ് വരുന്ന ഫസ്റ്റ് കിട്ടിയോ? അംബ്ലിക്കൽ കോഡിന്റെ അറ്റാച്ച്മെന്റ് വരുന്ന അബ്നോർമൽ ഫസ്റ്റ് കിട്ടിയോ? അംബ്ലിക്കൽ കോഡിന്റെ ഫസ്റ്റ് ടൈപ്പ് ആയിട്ട് കിട്ടിയോ? 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 പറഞ്ഞേ, കമന്റ് വിളിപ്പിക്കരുത്. 6 തുടങ്ങി 6:30. നോർമലി സെന്റർ ആണല്ലേ? നോർമലി സെന്റർ ആണ്. നോർമലി സെന്റർ ആണ്. സൈഡ് എന്താ? ആലോചിക്കരുത്. നോർമലി സെന്ററിലാ വരേണ്ട. സൈഡ് എന്തായിരിക്കും? നോർമലി സെന്റർ ആണ്. സൈഡ് എന്താ? ഇത്ര പറഞ്ഞു. നോർമലി സെന്റർ ഭാഗത്താണ്. സൈഡ് എന്തായിരിക്കും? സൈഡ് എന്തായിരിക്കും? ബാറ്റിൽ ഡോർ പ്ലാസന്റ അല്ലെ? നോർമലി സെന്റർ. പക്ഷെ സൈഡ് ആലോചിക്കും, എപ്പോഴും ക്വസ്റ്റ്യൻ ആലോചിക്കണം. സൈഡ് എന്താ? ബാറ്റിൽ ഡോർ പ്ലാസന്റ. ബാറ്റിൽ ഡോർ. സെക്കൻഡ് ടൈപ്പ് ഇസ് പ്ലാസന്റ വെലമെന്റോസ്. വെലമെന്റോസ് അല്ലെങ്കിൽ വിളിക്കറേ പ്ലാസന്റ വെലമെന്റോസ് അല്ലേ? വെലമെന്റോസ് അറിയാം അല്ലേ? വെലമെന്റോസ്. സമോസ അല്ല, സമോസ അല്ല, സമോസ അറിയാലോ. ഇത് വെലമെന്റോസ. വെലമെന്റോസ് അല്ലെങ്കിൽ വെലമെന്റസ് അല്ലേ? സ്ഥിരമായി കേൾക്കുന്ന വെലമെന്റസ് അല്ലേ? സ്ഥിരമായി കേൾക്കുന്ന വാക്ക് വെലമെന്റസ് അല്ലേ? പ്ലാസന്റ വെലമെന്റസ് ഇൻസേഷൻ, പ്ലാസന്റ വെലമസ് ഇൻസേഷൻ. അതുപോലെ മറ്റൊരു പേരുണ്ട്, പ്ലാസന്റ വെലമെന്റോസ എന്നും പേരുണ്ട്. മറക്കരുത്. പ്ലാസന്റ വെലമെന്റസ് അല്ലെങ്കിൽ പ്ലാസന്റ വെലമെന്റോസ. എന്തായിരിക്കും ഇത്? എവിടെയിരിക്കും? നോർമലി അംബ്ലിക്കൽ കോഡ് വന്നിട്ട് പ്ലാസന്റയ്ക്ക് അകത്ത് ഇൻസേർട്ട് ചെയ്യണ്ടേ? വീണ്ടും ചോദിക്കുന്നത്, നോർമലി അംബ്ലിക്കൽ കോഡ് വന്ന പ്ലാസന്റയുടെ അകത്തേക്ക് ഇൻസേർട്ട് ആകണ്ടേ? 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 ആകണം. പക്ഷെ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ മെമ്പറൈൻസിൽ മാത്രം. എവിടെ ഇരിക്കും? വെലമെന്റ്സ് എന്തായിരിക്കും? എവിടെ ഇരിക്കും? മെമ്പറൈൻസിൽ മാത്രം. അത് എഡ്ജാണോ? അവിടെ എഡ്ജാണോ? പ്ലാസന്റ എഡ്ജാണോ? എഡ്ജാണോ? പറഞ്ഞേ. നോർമലി അംബ്ലിക്കൽ കോഡ് വന്ന് പ്ലാസന്റയുടെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? മെമ്പറൈൻസ് എവിടെയാ? മെമ്പറൈൻസിലോട്ടാണ്. ഇവിടെ എന്ത് ചെയ്യും? മെമ്പറൈൻസ് എന്തായിരിക്കും? ആംനിയോൺ കുറയണോ? മെമ്പറൈൻസ് എന്തായിരിക്കും? ആംനിയോൺ കുറയണോ? ആംനിയോണും കോറിയോണും എന്ന് പറയുന്ന മെമ്പറൈൻസിലോട്ട് വന്ന് അറ്റാച്ച് ചെയ്യും. നോർമലി അംബ്ലിക്കൽ കോഡ് വന്ന് എന്ത് ചെയ്യും? പ്ലാസന്റയ്ക്ക് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണ്ടേ? നോർമലി അംബ്ലിക്കൽ കോഡ് പ്ലാസന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ വന്ന് മെമ്പറൈൻസ് ആയ ആംനിയോണും കോറിയോണിനകത്തേക്ക് ഇൻസേർട്ട് ആവും. നിയർ ദ എഡ്ജ് ഓഫ് പ്ലാസന്റിലെ പ്ലാസന്റ് എഡ്ജ് ഭാഗത്തായ ആംനിയോണും കോറിയോണും വന്ന് ഇൻസേർട്ട് ചെയ്ത് വിളിക്കാം. എന്ത് വിളിക്കാം? എഡ്ജ് ഓഫ് ദ പ്ലാസന്റ്. പ്ലാസന്റ് എഡ്ജ് ഭാഗത്ത് വന്ന് ആംനിയോണിലും കോറിയോണിലും വന്ന് ഇൻസേർട്ട് ആയി വിളിക്കാം. അംബ്ലിക്കോഡ് നേരെ വന്ന് പ്ലാസന്റെ എഡ്ജ് ഭാഗത്തായ ആംനിയോണിലും കോറിയോണിലും ഇൻസേർട്ട് വിളിക്കാം. എന്ത് വിളിക്കാറേ? പ്ലാസന്റെ എഡ്ജ് ഭാഗത്ത് വന്ന് മെമ്പറൈൻസിൽ വന്ന് ആംനിയോൺ കോറിയോണിൽ വന്ന് ഇൻസേർട്ട് ചെയ്ത് വിളിക്കാം. വെലമെന്റസ് ആണോ? വെലമെന്റസ് ആണോ? വെലമെന്റസ് അല്ലേ? അല്ലേ? ആലോചിച്ച് നോക്കിയേ. അവിടെ ഇത് ഡയറക്റ്റ് ആയിട്ട് പ്ലാസിലേക്ക് പോകുന്നുണ്ടോ? അവിടെ ഇത് ബ്ലഡ് വെസൽ ഇത് ഡയറക്റ്റ് ആയിട്ട് പ്ലാസിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ശരിയല്ലേ? അവിടെ ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും ബ്ലഡ് വെസൽ പ്ലാസന്റെ പോകുന്നില്ലേ? പോകുന്നത് എവിടെയാ? മെമ്പറൈൻസ് വഴിയല്ലേ? പ്ലാസന്റയിൽ പോകാതെ ബ്ലഡ് വെസൽ മെമ്പറൈൻസ് വഴിയില്ലേ? അതിന്റെ ഇപ്പൊ വെലമെന്റോസ അല്ലേ? ശരിയല്ലേ? അല്ലേ? അല്ലേ? ബ്ലഡ് വെസൽ എപ്പോഴും ഈ പറഞ്ഞ എഡ്ജ് വഴി പോയാൽ വെലമെന്റോസ. അപ്പോൾ സെൻട്രൽ ഭാഗത്ത് എന്താ? സെൻട്രൽ ഭാഗത്ത് എന്താ? അരേപ്പ ഏതാ?
നോർമൽ 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 സെന്റർ അല്ലേ? നോർമൽ സെന്റർ ആണ്. അതേസമയം സെന്ററിന് പകരം സൈഡ് ഏതാ? ഇത് കോഡ് വന്ന് അറ്റാച്ച് ചെയ്ത സൈഡ് ഏതാ? കോഡ് വന്ന് അറ്റാച്ച് ചെയ്ത സൈഡ് ഏതാ? ബാറ്റൽ ഡോർ പ്ലാസന്റ. കോഡ് വന്ന് സെന്ററിലല്ല സൈഡ് ആണെങ്കിൽ ബാറ്റൽ ഡോർ. ഇനി മെമ്പറൈൻസ് വഴിയാണെങ്കിലോ, സൈഡ് ഭാഗത്തുള്ള മെമ്പറൈൻസ് വഴിയാണെങ്കിലോ വെലമെന്റസ് ഇൻസേഷൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോടെ? ക്ലിയർ പറഞ്ഞു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സോ ദ പ്ലാസന്റ പ്രീ പഠിച്ചല്ലോ. പ്ലാസന്റ ടൈപ്പ് ഇല്ലല്ലേ? 4 പഠിച്ച പ്ലാസന്റ പ്രീ പഠിച്ചല്ലോ, അത് പഠിച്ചു. അബ്നോർമൽ അറ്റാച്ച് പഠിച്ചല്ലോ, അംബ്ലിക്കൽ കോഡിന്റെ അബ്നോർമൽ അറ്റാച്ച്മെന്റ് പഠിച്ചു. പ്ലാസന്റ പ്രീവിയ കൂടെ തന്നെ അംബ്ലിക്കൽ കോഡ് അറ്റാച്ച്മെന്റ് പഠിച്ചു. എവിടെയെങ്കിലും വാസ പ്രീവിയ? വാസ പ്രീവിയ എവിടെയെങ്കിലും? വാസ പ്രീവിയ പ്ലാസന്റ പ്രീവിയ പോലെ തന്നെ എവിടെയെങ്കിലും വാസ പ്രീവിയ? വാസ ഹെഡിങ് ഓർമ്മിക്കണേ, ഹെഡിങ് ഓർമ്മിക്കണേ. ഹെഡിങ് ഏതാ പഠിച്ചത്? ഹെഡിങ് ഓർമ്മിക്കണേ. ഫസ്റ്റ് പഠിച്ച കാര്യം അബ്നോർമൽ അറ്റാച്ച്മെന്റ് ഓഫ് പ്ലാസന്റ. എന്താ പഠിച്ചു? ഹെഡിങ് ഓർമ്മിക്കണേ. അബ്നോർമൽ അറ്റാച്ച്മെന്റ് ഓഫ് പ്ലാസന്റയ്ക്കകത്ത് പ്ലാസന്റ അക്രീറ്റയും ഇൻക്രീറ്റയും എന്താ? അബ്നോർമൽ അറ്റാച്ച്മെന്റ് ഓഫ് പ്ലാസന്റയ്ക്കകത്ത് അക്രീറ്റ, ഇൻക്രീറ്റ, പെർക്രീറ്റ, പ്ലാസന്റ പ്രീവിയ. ശരിയല്ലേ? ശരിയല്ലേ? പറയേ ശരിയല്ലേ? ശരിയല്ലേ? പഠിച്ചു. വീണ്ടും പ്ലാസന്റ പ്രീവിയുണ്ട്. വീണ്ടും 4ാമത്തെ ടൈപ്പ് പ്ലാസന്റ പ്രീവിയ 3 ടൈപ്പ് അല്ലേ? ഏതൊക്കെയാ? കംപ്ലീറ്റ്, പാർഷ്യൽ, മാർജിനൽ. പിന്നെ പഠിച്ച കാര്യം അബ്നോർമൽ അറ്റാച്ച്മെന്റ് ഓഫ് ദ അംബ്ലിക്കൽ കോഡ് പഠിച്ചു. ടൈപ്പാ? ബാറ്റൽ ഡോർ, വെലമെന്റോസ. ക്ലിയർ ആയോ? ക്ലിയർ ആയി? പഠിച്ചോ? പഠിച്ചോ? ക്ലിയർ ആയി കിട്ടിയല്ലോ. ഇനി അടുത്ത തേർഡ് ഈസ് വാസ പ്രീവിയ. എന്താ തേർഡ് ഈസ് വാസ പ്രീവിയ? എന്താ വാസ പ്രീവിയ? എന്താ വാസ പ്രീവിയ? എന്താ? ഇവിടെ അറ്റാച്ച്മെന്റ് വരുന്നത് അംബ്ലിക്കൽ കോഡല്ലേ? എനിക്കത് ഫസ്റ്റ് കാര്യം. ഇവിടെയും അറ്റാച്ച്മെന്റ് വരുന്ന അംബ്ലിക്കൽ കോഡല്ലേ? ഇവിടെയും എന്റെ അറിവ് ഫസ്റ്റ് ഇതാണ്. ഇവിടെയും അംബ്ലിക്കൽ കോഡ് അറ്റാച്ച് ചെയ്തത് അംബ്ലിക്കൽ കോഡല്ലേ? അംബ്ലിക്കൽ കോഡല്ലേ? അംബ്ലിക്കൽ കോഡല്ലേ? പക്ഷെ എവിടെ വന്നിരിക്കുന്നത്? അംബ്ലിക്കൽ കോഡ് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? വാസ പ്രീവി എന്ന് പറയുമ്പോൾ അംബ്ലിക്കൽ കോഡ് വന്ന് അറ്റാച്ച് എവിടെയാ? എവിടെയാ? വാസ പ്രീവി എന്ന വാക്ക് ഇത് പഠിക്കാത്ത ആൾക്കാർ പഠിക്കുക. അംബ്ലിക്കൽ കോഡ് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രസന്റ് പാർട്ട് അല്ലേ? ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രസന്റ് പാർട്ട് അല്ലേ? അല്ലേ? പ്രസന്റ് പാർട്ടിന്റെ മുന്നിൽ വന്നല്ലേ? അല്ലേ? അല്ലേ? എക്സാം പറയുകയാണെങ്കിൽ ചില സമയത്തല്ലേ? അല്ല, കുഞ്ഞിന്റെ ഇത് ഹെഡ് പറയുകയാണെങ്കിലേ, കുഞ്ഞിന്റെ ഇത് ഹെഡ് ആണ് പ്രസന്റ് പാർട്ട് ആണെങ്കിൽ, കുഞ്ഞിന്റെ ഹെഡ് ആണ് പ്രസന്റ് പാർട്ട് ആണെങ്കിൽ അവിടെ വന്ന് എന്ത് അറ്റാച്ച് ചെയ്യും? ഏതർച്ചി ക്ലാസിന്റെ അല്ലേ? ആണോ? ആണോ? മെമ്മറൻസ് ആണോ? ആണോ? അംബ്ലിക്കോട് റിലേഡ്. ചില സമയത്ത് കുഞ്ഞിന് ഹെഡ് വരുന്ന സമയത്ത് എപ്പോഴും പ്രസന്റിംഗ് പാർട്ടായിട്ട് ഇന്ത്യൻ ലോയിസിന്റെ അവിടെ ആയിട്ട് അംബ്ലിക്കോട് ഉണ്ടോ? ചില സമയത്ത് കുഞ്ഞിന് ഹെഡ് വരുന്ന സമയത്ത് പ്രസന്റിംഗ് പാർട്ടായിട്ട് ഇന്ത്യൻ ലോയിസിന്റെ അവിടെയായിട്ട് അംബ്ലിക്കൽ കോഡ് അറ്റാച്ച് ചെയ്യാറുണ്ടോ? ചില സമയങ്ങളിൽ കുഞ്ഞിന് ഹെഡ് പുറത്തു വരുന്ന സമയത്ത് പ്രസന്റിംഗ് പാർട്ട് ഹെഡ് ആണെങ്കിൽ ഇന്ത്യൻ ലോയിസിന്റെ അവിടെയായിട്ട് ഈ പറഞ്ഞ അംബ്ലിക്കൽ കോഡ് അറ്റാച്ച് ചെയ്തെങ്കിൽ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരെന്താ? കുഞ്ഞിന്റെ ഹെഡ് വരുന്ന ഇന്ത്യൻ ലോയിസിന്റെ അവിടെയായിട്ട് അംബ്ലിക്കൽ കോഡ് വന്ന് അറ്റാച്ച് ചെയ്ത് വിളിക്കാം പ്ലാസന്റ പ്രീവിയ. ക്ലിയർ? സിമ്പിൾ കാര്യം. കുഞ്ഞിന്റെ പ്രസന്റിംഗ് പാർട്ട് വരുന്ന സമയത്ത് ഇന്ത്യൻ ലോയിസിനെ കവർ ചെയ്തുകൊണ്ട് അംബ്ലിക്കൽ കോഡ് അറ്റാച്ച് ചെയ്ത് വിളിക്കാം. എന്ത് വിളിക്കാം? വാസ പ്രീവിയ. കാണുന്നുണ്ടോ? 6, 7, 8, 10 അല്ലേ? കാണുന്നല്ലേ? 6, 7, 8, 9, 10 കാണുന്നതല്ലേ? എത്ര മണിക്കൂറായി? 7, 8, 9, 10, 11. എത്ര മണിക്കൂറായി? 6 മണിക്കൂറായി. ഇപ്പൊ 6, 7 ആണോ തുടങ്ങി? എപ്പോ തുടങ്ങി? എനിക്കറിയില്ല. നടന്നില്ല. 6:30. 6:20 അല്ലേ? 6:20. എന്താ അറിയൂല.
ആറ് മണി 6 ആയി, 7 ആയി, 8 ആയി, 9 ആയി, 10 ആയി, 11 ആയി. തൊണ്ട അടയുന്നില്ലേ? ഞാൻ ഇന്ന് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. സ്റ്റാറ്റസ് കണ്ടു. ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് ബന്ധപ്പെട്ട് സ്റ്റാറ്റസ് എടുക്കാനായിരുന്നു. ഞാൻ എന്റെ ഫോട്ടോ ഇല്ല, അത് എന്റെ പേഴ്സണൽ നമ്പർ. അത് പേഴ്സണൽ നമ്പർ കേട്ടോ, അതല്ല എന്റെ പേഴ്സണൽ നമ്പർ അല്ല കേട്ടോ, ഇത് മറ്റേ ഇത് അക്കാഡമി നമ്പർ കണ്ടായിരുന്നു. ഫോട്ടോ കണ്ടോ ചോദിക്കുമ്പോ കണ്ടു സർ, കണ്ടു, കൊള്ളാം, നന്നായിരിക്കുന്നു അല്ലെ സർ, കണ്ടു, കൊള്ളാം, നന്നായിരിക്കുന്നു, ഇങ്ങനെ എന്നും വേണമല്ലോ, ഇങ്ങനെ എന്നും വേണം സാർ, നീ കണ്ടു, എന്നും കാണാറുണ്ട്, നന്നായിട്ടുണ്ട്, സുന്ദരനായിട്ടുണ്ട്, എങ്ങനെ എന്നും. അതല്ല അക്കാഡമിക് നമ്പറിൽ നിന്ന് കണ്ടായിരുന്നോ ദ ഡിസോർഡേഴ്സും the trisomy 18 and the Down syndrome open neural defectൽ എന്ത് കൂടുന്നു എന്ത് കുറയുന്നു, അല്ലാതെ എന്റെ പേഴ്സണൽ നമ്പർ അല്ല കേട്ടോ, അക്കാഡമിക് നമ്പർ നോക്ക് കേട്ടോ. ബീറ്റ എസ് ടി കൂടുമോ? ഇൻഹിബിനെ ചോദിക്കട്ടെ, ഇൻഹിബിനെ ആ സെക്രട്ടറി, ഇൻഹിബിനെ ആ സെക്രട്ടറി, ഇൻഹിബിനെ ആ സെക്രട്ടറി പഠിച്ചത്, ഇൻഹിബിനെ ആ സെക്രട്ടറി ആരാ? ആരാ ഇൻഹിബിനെ? ആരാ സെക്രട്ടറി? ഇൻഹിബിനെ ആരാ? ആരാ ഇൻഹിബിനെ? ആരാ? ആണോ? കോർപ്പസ് ലൂട്ടിയം ആണോ പ്ലാസന്റ ആണോ? അവിടെ ആലോചിച്ച് പറയട്ടെ, ഇൻഹിബിനെ ആരാ? ഇൻഹിബിനെ ആരാ? കോർപ്പസ് 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 ആരാ? കോർപ്പസ് ലൂട്ടിയം അല്ലേ? കോർപ്പസ് ലൂട്ടിയം അല്ലേ? കോർപ്പസ് ലൂട്ടിയം അല്ലേ? സോ സ്റ്റാർട്ട് ചെയ്യാം. എക്സാമിന് ഒരു ചോദ്യം ഉറപ്പിക്കാം. ഇവിടെ ക്ലാസ്സിന്റെ പ്രീവ്യൂ ഇല്ലേ? ക്ലാസ്സിന്റെ പ്രീ പിടിച്ചില്ലേ? ക്ലാസ്സിന്റെ പ്രീ തൊട്ട് ഒരു ചോദ്യം എപ്പോഴും എക്സാമിൽ ചോദ്യം കേട്ടോ, മറക്കരുതേ, മറക്കൂടെ? ചോദിക്കട്ടെ, ഇന്ന് പ്ലാസന്റെ വന്ന് സെർവിക്കൽ വോയിസിൽ കവർ വിളിക്കാം. പ്ലാസന്റെ വന്ന് സെർവിക്കൽ ഓപ്പണിങ്ങിനെ കവർ വിളിക്കാം. പ്ലാസന്റെ വന്ന് സെർവിക്കൽ ഓപ്പണിങ്ങിന്റെ ഇന്ത്യൻ വോയിസിനെ കവർ ചെയ്ത് വിളിക്കാം. വാട്സാപ്പ് റിവ്യൂ ആണോ? അത് കംപ്ലീറ്റ് ആണോ? എന്തായിരിക്കും ചോദ്യം? പറയും, ആഴ്ച പറയുക. കംപ്ലീറ്റ് 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 അല്ലേ? ഇനി അമ്പിളി കൂടൊന്ന് പ്ലാസൽ ഇൻസേർട്ട് ആകാതെ നേരെ വന്ന് ഇത് പ്രസന്റ് പാർട്ടാണെങ്കിലും അമ്പിളിക്കൽ കോഡ് പ്ലാസന്റെ അല്ല നേരെ വന്ന് പ്രസന്റ് പാർട്ടാണെങ്കിലോ വാസ പ്രീവിയ പ്രസന്റിംഗ് പാർട്ട് അത് വിളിക്കാം. അതാണ് ചോദ്യം, മറക്കരുത്. പ്രസന്റിംഗ് പാർട്ട് അത് വിളിക്കാം. ഇന്ത്യൻ ലോസിനെ കവർ ചെയ്ത് എന്ത് വിളിക്കാം? വാസ പ്രീവിയ. ക്ലിയർ ക്ലിയർ ക്ലിയർ? യെസ്. നെക്സ്റ്റ് ഈസ് the remnant of fetal circulation or extrauterine life. 2-3 ചോദ്യമുണ്ട്. സർക്കുലേഷൻ പഠിക്കുമെങ്കിലും ഇവിടെ 2-3 കാര്യം പഠിക്കാറുണ്ട്. ഈ സർക്കുലേഷൻ ഈ എക്സ്ട്രാ യൂട്രൈൻ ലൈഫ് എന്തൊക്കെയാണ്? എന്തൊക്കെയായിരിക്കും? ആലോചിച്ച് പറയും. സർക്കുലേഷൻ പഠിക്കും എങ്കിലും കുറച്ച് കാര്യം അറിയണം. ഇതായിരിക്കും കുട്ടി ജനിച്ചു കഴിയുമ്പോൾ, അല്ല ജനിക്കുന്ന മുമ്പായിട്ട് എത്ര ആർട്ടറി ഉണ്ട്? ജനിക്കുന്ന മുമ്പ് എത്ര ആർട്ടറി ഉണ്ട്? എത്ര വെസലുണ്ട്? ജനിക്കുന്ന മുമ്പ് എത്ര ആർട്ടറിയുടെ എത്ര വെസലുണ്ട്? ആലോചിച്ച് പറയുക. കുട്ടി ജനിക്കുന്ന മുമ്പ് എത്ര ആർട്ടറി ഉണ്ട്? 2 ആർട്ടറിയും ഒരു വെസലാണോ? 2 ആർട്ടറിയും ഒരു വെസലാണ്. കുട്ടി ജനിക്കുന്ന മുമ്പേ 2 ആർട്ടറിയും ഒരു വെയിനാണോ? കുഞ്ഞ് ജനിക്കുന്ന മുമ്പായിട്ട് 2 ആർട്ടറിയും ഒരു വെയിനുമാണ്. യെസ്. ചോദിക്കട്ടെ, ഇത് എക്സ്ട്രാ യൂട്രൈൻ ലൈഫ് എന്ന് പറയുമ്പോൾ കുട്ടി ജനിച്ച ശേഷമാണോ? എക്സ്ട്രാ യൂട്രൈൻ ലൈഫ് എന്ന വാക്ക് കേൾക്കുമ്പോൾ കുട്ടി ജനിച്ച ശേഷമാണ്. ആണോ? അറിയേണ്ട കാര്യമാണ്. എക്സ്ട്രാ യൂട്രൈൻ ലൈഫ് കുട്ടി ജനിച്ച ശേഷമല്ലേ? അപ്പോ അംബ്ലിക്കൽ ആർട്ടറി എന്തായി മാറും? ഈ പറഞ്ഞ അംബ്ലിക്കൽ ആർട്ടറി എന്തായിട്ട് മാറും? ദ മീഡിയൽ അംബ്ലിക്കൽ ആർട്ടറി. കുട്ടി ജനിച്ചു കഴിയുമ്പോൾ എക്സ്ട്രാ യൂട്രൈൻ ലൈഫ് ആകുമ്പോൾ അംബ്ലിക്കൽ ആർട്ടറി എന്തായി മാറും? മീഡിയൽ അംബ്ലിക്കൽ ആർട്ടറിയായി മാറും. ശരിയല്ലേ? ശരിയല്ലേ? കുട്ടി ജനിച്ചു കഴിയുമ്പോൾ എന്താണ് അംബ്ലിക്കൽ ആർട്ടറി എന്തായി മാറും? മീഡിയൽ അംബ്ലിക്കൽ ആർട്ടറി. ഇത് ആരും പഠിക്കാത്ത ചില കാര്യം ഇതൊക്കെ. ശരിയല്ലേ? ചില ആൾക്കാർക്ക് അറിയില്ല. പഴയ ബുക്സ് പഠിക്കുന്ന ആൾക്കാർ ഉണ്ടായിരിക്കത്തില്ല.
അംബ്ലിക്കൽ ആർട്ടറി എന്തായി മാറും? മീഡിയൻ അംബ്ലിക്കൽ ആർട്ടറിയെ മാറും. ജനിച്ചു കഴിയുമ്പോൾ അംബ്ലിക്കൽ ആർട്ടറി ബിക്കംസ് എന്തായും? അവിടെ എന്ത് വെയിൻ ആവശ്യമുണ്ടോ? അത് ജനിച്ചു കഴിയുമ്പോഴേ അമ്പലക്ക് വെയിൻ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ജനിച്ചു കഴിയുമ്പോഴേ അമ്പലക്ക് വെയിൻ ആവശ്യമുണ്ടോ? ജനിച്ചു കഴിയുമ്പോൾ അംബ്ലിക്കൽ വെയിൻ്റെ ആവശ്യമുണ്ടോ കുഞ്ഞിന്? ഇല്ല, ഇല്ല, ആവശ്യമില്ല. കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അംബ്ലിക്കൽ പറയുന്ന കാര്യം എല്ലാം എക്സ്ട്രാ യൂട്രൽ ലൈഫാണ്. പറയുന്ന കാര്യമെല്ലാം എക്സ്ട്രാ യൂട്രൽ ലൈഫാണ്. ജനിച്ചു കഴിയുമ്പോൾ ഒരിക്കലും അംബ്ലിക്കൽ വെയിൻ്റെ ആവശ്യം ഇല്ലേ ഇല്ല, അല്ലേ? അല്ലെ? അവിടെ അംബ്ലിക്കൽ ആർട്ടറി എന്തായി മാറും? മീഡിയൻ അംബ്ലിക്കൽ ആർട്ടറി, അല്ലേ? അല്ലെ? അംബ്ലിക്കൽ ആർട്ടറി മാത്രം മീഡിയൻ അംബ്ലിക്കൽ ആർട്ടറിയെ മാറും. അംബ്ലിക്കൽ വെയിൻ്റെ ആവശ്യം ഇല്ലേ ഇല്ല. അപ്പൊ വീണ്ടും ചോദ്യമുണ്ട്, ആ അംബ്ലിക്കൽ വെയിൻ എന്തായി മാറും? ആർട്ടറി പറഞ്ഞു, ആർട്ടറി മീഡിയൻ അംബ്ലിക്കൽ ആർട്ടറിയെ മാറും. അത് വെയിൻ എന്തായി മാറും? വെയിൻ എന്തായി മാറും? ഇതൊക്കെ കൃത്യമായിട്ട് ചോദ്യമാണ്. കൃത്യമായ ചോദ്യങ്ങളാണ്. അംബ്ലിക്കൽ വെയിൻ എന്തായി മാറും? ഇത് ലിഗമെന്റം തിയേഴ്സ് ആണോ? ലിഗമെന്റം തിയേഴ്സ് ആണോ? ആണോ? ചോദ്യം ഉണ്ടായിരുന്നു. അംബ്ലിക്കൽ വെയിൻ എന്തായി മാറും? ലിഗമെന്റം തിയേഴ്സ് അല്ലേ? അല്ലേ? അത് തന്നെ മറ്റൊരു പേരുണ്ട്, ദ റൗണ്ട് ലിഗമെന്റം. റൗണ്ട് ലിഗമെന്റം കേട്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടോ? അംബ്ലിക്കൽ വെയിൻ, ദ ലിഗമെന്റ്, ദ ടിയേഴ്സ് അല്ലെങ്കിൽ ദ റൗണ്ട് ലിഗം. ഈ പറഞ്ഞ കുട്ടിയുടെ ഇത് ഫിമറൽ ആർട്ടറി ജോയിൻ ചെയ്തല്ലേ? ഇത് ഹിപ്പറിയാമോ? 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 കുഞ്ഞ് ഹിപ്പ്, ഇത് ഹിപ്പറിയാമോ? ഹിപ്പില്ലേ? ആ ഹിപ്പില്ലേ? അവിടെ ഫിമറൽ ഹെഡില്ലേ? അസറ്റാബുലം. അസറ്റാബുലം അറിയാമോ? അസറ്റാബുലം അറിയാമോ? അസറ്റാബുലം അറിയാമോ? അസറ്റാബുലം അവിടെ ഇല്ലേ? അവിടെ ചോദിച്ചു കേട്ടോ. എന്താ? റൗണ്ട് ലിഗമെന്റ്. അപ്പൊ അംബ്ലിക്കൽ വെയിൻ എന്തായി മാറും? ലിഗമെന്റ് ദ ടിയേഴ്സ്, അല്ലേ? ലിഗമെന്റ് ദ ടിയേഴ്സ് അല്ലെങ്കിൽ റൗണ്ട് ലിഗമെന്റ് നേരെ വന്ന് അവിടെ ചെയ്യും? അസറ്റാബുലം അല്ലെങ്കിൽ ഫിമറിൽ വന്ന് ജോയിൻ ചെയ്യും. ക്ലിയർ? പഠിച്ചാൽ സർക്കുലേഷൻ ഈസി കേട്ടോ. ഈ പറയുന്ന കാര്യം സർക്കുലേഷനിൽ പഠിക്കുന്ന കാര്യം ഇപ്പൊ ഈസി ആയിട്ട് ഓർമ്മിക്കാൻ പറ്റും. ഇനി ഇൻ ഡക്ടസ് വീനസ് എന്തായി മാറും? ഇനി ദ ഡക്ടസ് വീനസ് എന്തായി മാറും? ദ ഡക്ടസ് വീനോസ് എന്നായി മാറും? ദ ലിഗമെന്റം വീനോസ്, അല്ലേ? ഈ സർക്കുലേഷൻ എത്തുമ്പോൾ ദ ഡക്ടസ് വീനോസ് എന്നായി മാറും? ലിഗമെന്റം വീനോസ്, അല്ലേ? ഇനി ദ ഡക്ടസ് വീനോസ് എന്നായി മാറും? നോട്ട് പഠിക്കുക, കൃത്യം പഠിക്കുക, ചോദ്യം വരും. ദ ഡക്ടസ് വീനോസ് ലിഗമെന്റം വീനോസ് എന്ന് മാറും. ആൻഡ് ഡക്ടസ് ആർട്ടിയോസോ? ആ ഡക്ടം ആർട്ടിയോസോ? ദ ലിഗമെന്റം ആർട്ടിയോസ്, അല്ലേ? ലിഗമെന്റ് ആർട്ടിയോസ്, അല്ലേ? അല്ലേ? ഇനി ആരാ ഉള്ളത്? ഇത് ഹാർട്ടാണോ? ഇനി ആരാ ഉള്ളത്? ഹാർട്ട്, അല്ലേ? ഹാർട്ടിലാരെ? ഫൊറാമൻ ഓവൽ എന്തായി മാറും? ഇനിയുള്ള ഹാർട്ട്, അല്ലേ? ഫൊറാമൻ ഓവൽ എന്തായി മാറും? ഫോസ ഒവാലിസ്. ഫൊറാമൻ ഓവലെ ഫോസ ഒവാലിസ് ആയി മാറും. എക്സാം ചോദിക്കാൻ ചോദ്യതൊക്കെ അംബ്ലിക്കൽ വെയിൻ എന്തായി മാറും? ഫസ്റ്റ് അംബ്ലിക്കൽ വെയിൻ എന്തായി മാറും? ആദ്യം അംബ്ലിക്കൽ വെയിൻ എക്സാം ചോദിക്കും. ലിഗമെന്റ് ടിയേഴ്സ്, അല്ലേ? എക്സാം ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യമാണ്. അംബ്ലിക്കൽ വെയിൻ ദ ലിഗമെന്റ് ദ ടിയേഴ്സ് ആയി മാറും, അല്ലെങ്കിൽ ദ റൗണ്ട് ലിഗമെന്റ് ആയി മാറും. ഇനി ദ ഡക്ടസ് വീനോസ് ആയി മാറും. ഡക്ടസ് വീനോസ് ആണെങ്കിൽ ലിഗമെന്റം വീനോസ് ആയി മാറും. ദ ഡക്ടസ് ആർട്ടിയോസ് ആണെങ്കിൽ ലിഗമെന്റം ആർട്ടിയോസ് ആയി മാറും. ഫൊറാമൻ ഓവൽ ആണെങ്കിൽ ഫോസ ഒവാലിസ് ആയി മാറും. ക്ലിയർ? 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 ഇതൊക്കെ ചോദ്യമാണ്, സർക്കുലേഷൻ പഠിക്കും. നെക്സ്റ്റ് ഈസ് ക്ലിയർ? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? ഇതിന്റെ നെക്സ്റ്റ് ക്ലാസ് ആരങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച ദ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ആൻഡ് ദ ഫീസ് പഠിച്ചിരുന്നു. ഇതിന്റെ നെക്സ്റ്റ് ക്ലാസ് ആണ് കഴിഞ്ഞ ദിവസം ദ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ആൻഡ് ദ ഫീസ് പഠിച്ചോ. ഇതിന്റെ നെക്സ്റ്റ് ക്ലാസ് ആയിട്ടാണ് ഡക്ടസ് വീനസ് എല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് റെക്കോർഡായിട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ആൻഡ് ദ ഫീറ്റസ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് 2 വീക്ക് എത്രയാ? ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് എപ്പോഴാ? ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഫസ്റ്റ് എത്ര വീക്ക് വരെ പഠിച്ചത് നിങ്ങൾ? എത്ര പഠിച്ചത്? 32 വീക്സ് വരെയാണോ? 32 വീക്സ് പഠിച്ച ഓർമ്മയുണ്ടോ? സോ അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യാമല്ലോ. കറക്റ്റ് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാമല്ലോ. കറക്റ്റ് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാമല്ലോ. നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം. ടുമോറോ പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ടുമോറോ പഠിക്കാം 6 മണിക്ക് അല്ലെങ്കിൽ 6:30.
ഓക്കെ, ക്ലിയർ ആയല്ലോ. സോ ദ ന്യൂട്രീഷൻ പഠിച്ചു, ഒബിജി പഠിച്ചു. ഒബിജിന്റെ ഒരു ക്ലാസ് കേട്ടോ. ന്യൂട്രീഷൻ പഠിച്ചില്ല, ഫസ്റ്റ് ന്യൂട്രീഷൻ നാളെ, ഫസ്റ്റ് ന്യൂട്രീഷൻ കേട്ടോ. നാളെ ഫസ്റ്റ് ന്യൂട്രീഷൻ കേട്ടോ. നാളെ ടുമാറോ 6 മണിക്ക് ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് ന്യൂട്രീഷൻ, സെക്കൻഡ് ഒബിജി. ഓക്കെ, ഫസ്റ്റ് ന്യൂട്രീഷൻ, സെക്കൻഡ് ഒബിജി. ശേഷം വേണമെങ്കിൽ സൈക്കാട്രി തരാം കേട്ടോ. ഇരിക്കാം രാത്രി മൊത്തം, രാത്രി വേണമെങ്കിൽ മൊത്തം ഇരിക്കാം കേട്ടോ. വട്ടാവും. ഇരിക്കാമോ? ലീവ് എടുത്തിരിക്കാൻ ആൾക്ക് വിളിക്കാട്ടെ എന്നെ. ലീവ് ഫീസ് അടയ്ക്കട്ടോ, ഫീസ് അടയ്ക്കാത്തവർ ഇനി ക്ലാസ് തൊട്ട് അഡ്മിറ്റ്